ഇല്ലാത്ത മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഖൈറുൽ ഖുറൂൻ, ഏറ്റവും നല്ല കാലം എന്ന് പഠിപ്പിച്ച ആ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ആ മനുഷ്യരെ മാറ്റിയെടുത്ത മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം കൊണ്ടാടുമ്പോൾ നാം ഇന്ന് മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് കരുണയുടെ പാഠം പഠിപ്പിച്ചത് എങ്ങനെയാണ്? പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു അടക്കം ഇത് പാടിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അത്രത്തോളം കരുണയുടെ പാഠം ഈ ലോകത്തിലേക്ക് പഠിപ്പിച്ച ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിസര പ്രദേശത്ത് നടന്ന വിഷയം നാം എല്ലാം അറിഞ്ഞവരാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ ഏതോ ഒരു അന്യമതസ്ഥനെ അവിടുന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പ്രചോദിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിം സമുദായത്തിനെ കഷ്ടത്തിലാക്കുന്ന പ്രയാസത്തിലാക്കുന്ന ഒരു സന്ദർഭം നാം അറിഞ്ഞവരാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടാകും, ചോരത്തളപ്പിന്റെ മൂർധന്യതയിൽ വിരാജിക്കുന്ന നമുക്ക് അവർക്ക് തിരിച്ചടി അടിക്കണം, അവരിങ്ങനെ പറയുമ്പോൾ അവർക്ക് നാം തിരിച്ച് തല്ലണമെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗം അതല്ല എന്റെ പ്രിയമുള്ളവരെ. അത് വാട്സപ്പിലിട്ട് ആർക്കോ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ സമുദായത്തെ ഉപദ്രവിക്കുന്ന ഒരു സംസ്കാരം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നാം മനസ്സിലാക്കാനുള്ളത്. മുത്ത് ഹബീബിന്റെ പാഠമല്ല അവിടുന്ന് കവി പാടിയത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ട് അവിടുത്തെ ശത്രുക്കളടക്കം സ്നേഹിതന്മാരായി മാറിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അത്രത്തോളം ശത്രുക്കളെ അടക്കം സ്നേഹിതന്മാരാക്കി മാറ്റിയ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നാം. അവിടുത്തെ ജന്മദിനമാണ് കൊണ്ടാടുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടുത്തെ പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ജന്മദിനം കൊണ്ട് നാം എന്താണ് ലോകത്തിലേക്ക് പഠിപ്പിക്കുന്നത്? ഞാൻ അധികമായൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദലായി ലാമ നമുക്കറിയാം, 14th ദലായി ലാമ എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ, ബൗദ്ധമതത്തിന്റെ ഏറ്റവും വലിയ നായകനായ ആ മനുഷ്യൻ പറഞ്ഞത്, ഈ ലോകത്തിലേക്ക് ശാന്തിയുടെ പാഠം പഠിപ്പിക്കണമെങ്കിൽ അത് അനുയായികളായ ഉമ്മത്തീങ്ങളായ നാം ഈ സ്നേഹത്തിന്റെ പാഠം നിലനിർത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ഈ ലോകത്ത് കരുണയെ പഠിപ്പിക്കേണ്ടത് നാം ആണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ വചനത്തിനെ കൊണ്ട് ഞാൻ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഈ ഒരു സദസ്സിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് സമയത്തിന്റെ അഭാവമുള്ളതിനാൽ എന്റെ വാക്കിനെ ഞാൻ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ನಮ್ಮ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಗಿಸಿದ್ದೇವೆ. ನಾವು ಬಹುಶಃ ಮಕ್ಕಳ ಉಸ್ತಾದರವರ ಈಗ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮದ ಬಗ್ಗೆ ಮಾಹಿತಿಯನ್ನು നമസ്കാരാനന്തരം നാം കാതുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ പരിപാടികൾ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഗ്‌രിബ് നമസ്കാരത്തിന്റെ സമയമായി, ബാങ്കിന്റെ സമയമായി എല്ലാവരും പള്ളിയിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീകൾക്ക് മേലെ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ മേലെ പോയി നമസ്കരിക്കാവുന്നതാണ്.
ആയിരത്തിന്റെ പാണ്ഡം കെട്ടിയ ബിലാൽ റളിയല്ലാഹു അൻഹു, ഹിറയിൽ സംരക്ഷണമൊരുക്കിയ സ്വാദിഖായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ എത്ര പേർ പ്രണയത്തിന്റെ ആഴം പറഞ്ഞു. ഈ അലങ്കാരങ്ങളും കോട്ടും മുട്ടും പാട്ടുമെല്ലാം പ്രണയമാണ്. അതിര് കിട്ടാത്ത പ്രേമഭൂമിയുടെ അധിപനോടുള്ള അടങ്ങാത്ത പ്രണയം. ആ പ്രേമഭാരത്താൽ ഖബറിന്റെ ഉദരം വെറുക്കും, മീസാൻ വളത്തോട്ടെടുക്കും, നരകം വിയർക്കും, സ്വർഗം ചിരിക്കും. ഞങ്ങൾ അങ്ങയെ പ്രണയിക്കുകയാണ് യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മധുരമാണ് മദീന, മദദാണ് മദീന, മനമാണ് മദീന, മധുരമാണ് മദീന, മന്ത്രമാണ് മദീന, മാരുതനാണ് മദീന, മലർവാടിയാണ് മദീന, മസ്കാണ് മദീന. മനിതർ മയങ്ങാൻ കൊതിക്കുന്ന മണ്ണ് അത് മദീനയല്ലാതെ മറ്റേത്? സൈൻ ഓഫ് മദീന, ഷൈൻ ഓഫ് മദീന, ബ്രീസ് ഓഫ് മദീന, ഗ്ലോബ് ഓഫ് മദീന, പ്രൈം of Medina, choice of Medina, light of Medina, sweet of Medina, bright of Medina. Medina is the place of love. മദീനയുടെ രാജകുമാരൻ അങ്ങേക്കിതാ സലാം, 1000 സലാം. യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഏതാനും നിമിഷങ്ങൾക്കിതാ രണ്ട് ടീമുകളായി നടക്കുന്ന നമ്മുടെ കുട്ടികളുടെ കലാമത്സരം ഇതാ ഒരുങ്ങുകയാണ്. ഒരു ഭാഗത്ത് ടീം ഗ്രീൻ ഹൗസ് ആൻഡ് മറ്റൊരു ഭാഗത്ത് ടീം റെഡ് ഹൗസ് ഇതാ ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഒരു കലാമത്സരവേദി ഇതാ ഒരുങ്ങി നിൽക്കവേ ഇന്ന് പരിപാടി തീരുമ്പോഴേക്കും ഈ ഒരു കലാമത്സരത്തിൽ മുന്നേറ്റം സാധിച്ചുകൊണ്ട് ഇന്നത്തെ ചാമ്പ്യൻ പട്ടം ടീം ഗ്രീൻ. പ്രേക്ഷകർക്ക് പറയാം ഏതായിരിക്കും. ഇൻഷാ അല്ലാഹ് കൗതുകത്തോടെ കാത്തു നിൽക്കാം. ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ കോതി, മുത്ത് റസൂലിനെ കാണാൻ കോതി. കുഞ്ഞിലം കൽബാന് മോഹം ഏറി, മത്തി മണർത്തിടാൻ കൊതിയും കൂടി. ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ കോതി. കുഞ്ഞിലം കൽബാന് മോഹം ഏറി, മുത്തി മണർത്തിടാൻ കൊതിയും കൂടി. കുട്ടികൾ സ്റ്റേജിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മത്സര പരിപാടിയുടെ ആദ്യ ഇനമായി നടക്കുന്നത് സീനിയർ വിഭാഗത്തിലെ മലയാള സോങ് ആണ്. അതിന്റെ 6 നമ്പർ ജഡ്ജസ്മാരെ അറിയിക്കുന്നു. കോഡ് നമ്പർ 151. എല്ലാ മത്സരാർത്ഥികളും റെഡി വേണം. കോഡ് നമ്പർ 151, 152, 153, 154, 155, 156, 157, 158, 159, 160. ജഡ്ജസ് ഓക്കെ.
ഇൻഷാ അല്ലാഹ് ജഡ്ജസ്മാർ നമുക്ക് വിധികത്തുക ഭർത്താക്കളായി വിധിയെഴുതുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തത് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഇനിയും ഒരു ഗാനം ഇൻഷാ അല്ലാഹ് ഫറാസ് അവതരിപ്പിക്കും. 2ാം ക്ലാസ്സിലെ ഫറാസ് സിംഗിൾ സോങ്. അലൈക്കും ഓ മദീനത്തെ കോകിലെ ഹാടുവയാണി നീകളെ ഓ മദീനത്തെ കോകിലെ ഹാടുവയാണി നീകളെ വസന്ത മാസ തറുത്തുവിനലെ മാമര ചുവರುವ ಸಮಯದಲ್ಲಿ ನಿನ್ನ ಹಾಡು ಕೇಳಲೆ ಓ ಮದೀನದ ಕೋಗಿಲೆ ಹಾಡುವ ಯಾಣಿಗಳೇ ಓ ಮದೀನದ ಕೋಗಿಲೆ ಹಾಡುವ ಯಾಣಿಗಳೇ ದೂರದ ದೇಶ ಮದೀನದಲ್ಲಿ ಹಾಡುವ ಯಾಣೇನು ಕಾಣದ ಊರಿನ ಕಥೆಯನ್ನು ಹೇಳುವಯಾನೇನು ದೂರದ ದೇಶ ಮದೀನದಲ್ಲಿ ಹಾಡುವಯಾನೇನು ಕಾಣದ ಊರಿನ ಕಥೆಯನ್ನು ಹೇಳುವಯಾನೇನು ಓ ಮದೀನದ ಕೋಗಿಲೆ ಹಾಡುವಯಾನೇಗಲೆ ಓ ಮದೀನದ ಕೋಗಿಲೆ ಹಾಡುವಯಾನೇಗಲೆ ಮದೀನ ದೇಶದ ಭೀತಿಯಲ್ಲಿ ಹಾಡುವಯಾನೇನು ತ್ವೈಬಾ ದೇಶದ ವರದಿಯನ್ನು ಹೇಳುವಯಾನೇನು ಮದೀನ ದೇಶದ ಭೀತಿಯಲ್ಲಿ ಹಾಡುವಯಾನೇನು ತ್ವೈಬಾ ದೇಶದ ವರದಿಯನ್ನು ಹೇಳುವಯಾನೇನು ಓ ಮದೀನದ ಕೋಗಿಲೆ ಹಾಡುವಯಾನೇಗಲೆ ಓ ಮದೀನದ ಕೋಗಿಲೆ ಹಾಡುವಯಾನೇಗಲೆ ಅಸ್ಸಲಾಮು ಅಲೈക്കും. ഇവിടെ മത്സരിക്കുന്നവരുടെ പേര് രേഖപ്പെടുത്തുന്നില്ല. നമ്പറാണ്. നമ്പർ പ്രകാരമാണ് അവർ വരുന്നത്. ആ വരുന്നവരിൽ 2 ടീമിൻ്റെവരും ഉണ്ടാവാം. ഇൻഷാ അല്ലാഹ് അതിന്റെ പോയിന്റ് അവസാനം അറിയുന്നതായിരിക്കും. ചെസ് നമ്പർ 151. അസ്സലാമു അലൈക്കും. കിസകളിൽ ഒതുകുവാൻ കഹനിലെ മരതക മലരുകളായി ഹിമഗനം പൊതിയുമാൻ മധുഹുകൾ ഒതുകുണ സിരകളിലായി ഒരു പാതിരാവിൽ പടവുകളിൽ ഒന്നു പനിമലരായി ഹൃദയമേ പകലിരവധി മകളൊതുകുകയായി കുളിരിടും ഇതിലുകൾ ഇടറിയവധിയരികെ ഹൃദയമേ കിസ്മത്തി
അസ്സലാമു അലൈക്കും. റഹ്മത്തുൽ ആലമീൻ ഭൂമിയിൽ വന്ന പൂമഴതായെങ്കിൽ രജബിന്റെ രാത്രിയിൽ പോയ ബുറാക്കിന്റെ പുഞ്ചരകയെങ്കിൽ റൗള ഷരീഫിന്റെ മേലെ മിരിച്ചുള്ള നൂലിരതയെങ്കിൽ റാഹത്തിലായി പൊട്ടി തേങ്ങിയ മിമ്പരിൽ മേൽക്കോടിയായെങ്കിൽ സഹനത്തിൻ പർവ്വതമായെന്ന് കെട്ടിയ വയറ്റിലെ കല്ലെങ്കിൻ നബിയെ സർവരും കല്ലെറിഞ്ഞങ്ങ് കിടന്നൊരു ത്വായിഫ വന്നെങ്കിൽ പട്ടിണി കൊണ്ടങ്ങ് രാത്രി നടന്നപ്പോൾ വീശിയ കാറ്റെങ്കിൽ നബിയെ തട്ടിയും മുട്ടിയും കൂടെ ഇരുന്നൊരു കുപ്പായമായെങ്കിൽ കുപ്പായ മുട്ടിയ വീരർ ബിലാലിന്റെ ബാങ്കോലി കേട്ടെങ്കിൽ കുപ്പായമില്ലാതെ മുത്തിനെ മുത്തിയ ധീരർ സവാദെങ്കിൽ റഹ്മത്തുൽ ആലമീൻ ഭൂമിയിൽ വന്ന പൂമഴതായെങ്കിൽ രജബിന്റെ രാത്രിയിൽ പോയ ബുറാക്കിന്റെ പൂഞ്ചേരതായെങ്കിൽ റൗള ഷരീഫിന്റെ മേലെ മിരിച്ചുള്ള നൂലിരതായെങ്കിൽ റാഹത്തിലായി പൊട്ടി തേങ്ങിയ മിമ്പരിൽ മേൽക്കോടിയായെങ്കിൽ സൗരന്ന ഗുഹയോരമിഷ്കാൽ കെട്ടിയ വലയിൽ ഞാനുണ്ടെങ്കിൽ നബിയെ സ്വാദിഖുൽ മസ്തൂക്കിൻ കാവലിനായി പറന്ന പിറാവെങ്കിൽ സൗകര്യമില്ലാത്ത പനയോല വീടിന്റെ തോൽപാത്രമായെങ്കിൽ നബിയെ സൗന്ദര്യമീനിക്കിടന്ന പടിഞ്ഞുള്ള പണനാറ് ഞാനെങ്കിൽ പണിന്റെ കൂട്ടത്തിൽ മുത്ത് റസൂലെന്ന തൊട്ട മരമെങ്കിൽ പണി വന്നു പരിശുദ്ധ ഭൂമേനി മൂടിയ തിരുവസ്ത്ര ഞാനെങ്കിൽ പേരക്കിടങ്ങാല ഹസനും ഹുസൈനോരെ പൂനട്ടിയായെങ്കിൽ നബിയെ മുത്തിയിട്ടും മുത്തിയിട്ടും കൊതി തീരെ തീരന്ന് വാണി പുണർന്നെങ്കിൽ പേര മുഹമ്മദ് എഴുതുന്ന ഹർഫുകളെ ഞാനായി തീർന്നെങ്കിൽ നബിയെ പറയുമ്പോൾ പ്രതിഫലം കൂടുന്ന സ്വരമാണ് ഞാനെങ്കിൽ സ്വരലോകം സ്വർഗത്ത് അവസാനമെങ്കിലും ഞാനായി കിടന്നെങ്കിൽ സാരസപ്പു നബി വായുന്ന കൊട്ടാരം ദൂരത്ത് കണ്ടെങ്കിൽ റഹ്മത്തുൽ ആലമീൻ ഭൂമിയിൽ വന്ന പൂമഴതായെങ്കിൽ രജബിന്റെ രാത്രിയിൽ പോയ ബുറാക്കിന്റെ പൂഞ്ചേരതായെങ്കിൽ റൗള ഷരീഫിന്റെ മേലെ മിരിച്ചുള്ള നൂലിരകായെങ്കിൽ റാഹത്തിലായി പൊട്ടി തേങ്ങിയ മിമ്പരിൽ. അസ്സലാമു മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹ്മൂദെ കണ്ടാൽ ഞാൻ അങ്ങ് തളരും മനസ്സേ മതിയാകുമോ നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ കണ്ണേ കൊതി തീരുമോ കനിയോരെ മന്നൽ
മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹ്മൂദെ കണ്ടാൽ ഞാൻ അങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാകുമോ നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ തല ചായ്ക്കുമോ തല ചായ്ക്കും റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലനയുന്ന നേരം മുത്തം തരാമോ നിലാവേ റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലനയുന്ന നേരം മുത്തം തരാമോ നിലാവേ അടയും അന്നെന്റെ കങ്ങൾ തളരും എൻ്റെ കൈകൾ പിടരും എൻ്റെ മൊഴികൾ തേന്മലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മൊഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലനയുന്ന നേരം മുത്തം തരാമോ നിലാവേ അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറാച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറാച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ് റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലനയുന്ന നേരം മുത്തം തരാമോ നിലാവേ ഇരുളാർന്ന കബറിൽ ഞാനണയുമ്പോൾ തിരുവട്ടം എന്നിൽ തന്നിടുമോ ഇടുങ്ങും കബറിന്റെ ചോട് ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടുമോ ഇരുളാർന്ന കബറിൽ ഞാനണയുമ്പോൾ തിരുവട്ടം എന്നിൽ തന്നിടുമോ ഇടുങ്ങും കബറിന്റെ ചോട് ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടുമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ് അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ് റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലനയുന്ന നേരം അസ്സലാമു അലൈക്കും റൂഹും മോലും റൗളയിലണയാനെന്നും കനിയേ വരികൾ അസുതും പാട്ടിൻ നീണം മങ്ങേ കല്ലേ റൂഹും മോലും റൗളയിലണയാനെന്നും കനിയേ വരികൾ അസുതും പാട്ടിൻ നീണം മങ്ങേ
കാരുണ കടലോരെ മുത്തുനെ ബിഷഫിയല്ലുമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൻശറകലിനാ സമയത്തും ഉമ്മത്തിയെന്നോരത്തോരെ നബിയെ മുഹമ്മദ് നബിയെ നബിമാരിയ ഉള്ള ഷഫീയെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ശഫാത്ത് അല്ലാതെ ഞങ്ങളി ഇല്ലാതനിയെ വഞ്ഞാര അബ്ദുല്ല പുത്രൻ മഹദിയ ആമീന മോനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ ഈശനേരം പുഞ്ചിരി തൂകിയമ്മേൽ റഹ്മത്തുൽ ആമീനത ചെറിയോനെ ഇങ്ങാലിറ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ നബി സലാം അലൈക്കും പിന്നർസാൽ വന്നു സബോതും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്കായി ഞങ്ങൾ അർപ്പണ മുത്തുനബി കൈകൾ മുത്തേനം ربنا أمنا الجميع بالجميع صالحاتي صلى الله على محمد صلى الله عليه. السلام عليكم ورحمة الله تعالى وبركاته. ആശ്രയം നിന്നും ത്വാഹ പുൽകിടാമോ അഭിലാഷ നിന്നു മദീന പുനരുവാൻ ദാഹം ആശ്രയം നിന്നും ത്വാഹ പുൽകിടാമോ അഭിലാഷ നിന്നു മദീന പുനരുവാൻ ദാഹം കൽബ് തേങ്ങും ഇഷ്ക് നുകരാൻ തനവ് തേടും മദ്ഹ് പാടാൻ കാട്ടിൽ വീശും മുശിൽ പൂക്കൾ തിരുമണ്ണിൽ പൂവിതരാ महबूबे या रसूल मशके या नबी मर जाने या करीम आलोने या वली वास्दिया नामम वाकिल स्वंदम वानल मिन्नुम वर्णतुवल तिंगला ओ ओ ओ पाटिन नेനം പതികം ചൊല്ലും തിരുമണ്ണിൽ പൂവിതരാ महबूबे या रसूल मशूके या नबी मर जाने या करीम मालूने या मौला 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 मेरे दिल की नूर मौला 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 मेरी इश्क की नूर मौला 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 मेरी इश्क की नूर मौला मौला
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി. സ്നേഹലോകം കേൾക്കണേ അനുരാഗകാലം അറിയണേ അത് നൂറിൻ ജീവിതകാലമേ. സ്നേഹലോകം കേൾക്കണേ അനുരാഗകാലം അറിയണേ അത് നൂറിൻ ജീവിതകാലമേ. യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി. കരൾ പിടയുന്ന കാഴ്ചകൾ മനസ്സ് നേരം ഓർമ്മകൾ സഹനപർവം താണ്ടി മുത്തിനെ തോളിലേക്ക് സിദ്ദീഖവർ ഇരുളി വേഗരവാരിലെ വിഷം നേണ്ടിയ നോവിലെ ലോകം നേതാവിൻ്റെ മടിയിൽ എത്ര നൽകിയ സ്വാദിക്ക് ഉരുകി ഉരുകി ഖദീജ ഉമ്മ പെടിച്ച മായൻ ഹബീബിനെ. സ്നേഹ ജീവിത എന്ന വാക്കിന് അർത്ഥമാത്രമേ ഭൂവിലെ. അവർക്ക് വേണ്ടത് സ്നേഹമാൻ അവരെ ലോകം ഹബീബരാൻ അവർക്ക് നൂറിന ജീവനാൻ. യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി. തിലച്ചിൽ വതക്കുന്ന മണലില് തിരുത്ത് മേലിൽ തുലയ്ക്കുമ്പോൾ സുമൈഹാബി കരഞ്ഞ പ്രിയ ഹബീബിനെ വേണ്ടിയായി. കരുത്ത് തൂക്കുന്ന കയറില് പിടറ് നേരം ഉബൈബര് ചിരിച്ച എന്റെ ഹബീബിനായി ജീവൻ നൽകിയ പറയില്. കവചമേകിയ ഏണികൾ മുഹദിൽ പകർത്തത് പ്രാണനാൻ. നബിക്ക് നേർക്കുള്ളമ്പുകൾ നേട്ടുവാനായി പ്രണയമാൻ. അവർക്ക് വേണ്ടത് സ്നേഹമാൻ അവരെ ലോകം ഹബീബരാൻ അവർക്ക് നൂറിന ജീവനാൻ. യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി. തീക്ഷമായി അനുരാഗമായി തികഞ്ഞ പ്രണയം സ്വഹാബിനായി തീക്കടൽ തിരുവാലമന്ത നന്മനും സ്നേഹമാൻ. കരഞ്ഞ അവർ ഹബീബിനായി ചിരിച്ച ദോർത്തിൽ മുമ്പിലായി കരഞ്ഞ കണ്ണീരാൽ മദീന നനഞ്ഞതാം തിരുനായതാം. നൂറ് സ്പർശതമേറ്റതല്ല പാരി പുലർന്ന് സ്വഹാബര്. ആ തിരുപദം കണ്ടതെല്ലാം വിശുദ്ധമാക്കിയ കൂട്ടര്. ഇരുളി മൂവിത കാട്ടര് പെടിച്ച നൂറിന് ചോട്ടില് വിശുദ്ധമാക്കിയ കൂട്ടര്. യാ നബി 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 യാ നബി 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 യാ നബി 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 യാ നബി യാ നബി 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 യാ നബി 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 യാ നബി. അസ്സലാമു അലൈക്കും. മദ്ഹിലായൊഴുകിടാം മനസ്സിലെ മുഹബത്തിൽ നബി ഒലിവായി മദദിനായി മൊയിനിടാം. മുഹബത്തിൻ തേന്മല ചൊരിയുകയാൻ നിനവാകെ നിൽക്കൂ നബി അഴകായി. ഓത്തു ചിന്തകൾ തിരുമുഖമായി മറയാതെ നിൽക്കൂ എന്നരികിൽ മുഞ്ചിപ്പൂമുഖമായി. ഹൃദയമേ ഹൃദയമേ മദീനത്തെ മലരുകൾ വിരിയുകയായി. ഒഴുകിടാം മൊഴിഞ്ഞിടാം തിരുനബി വന്ദനയായി. ഹൃദയ
ഇരവുകളിൽ നിറയും പൂതി കൊണ്ടെന്നല്ലാലേ ഇതളുകളായി മധുപൊഴിയും ദൂതരിൻ കഥനം ഓർത്ത് പ്രണയനിലാമയ നിറയെ ദൂതരിൻ തിരുനൂറാലേ കഥനവുമായി ഞാനരികെ വന്നിടാം മുഹബത്താലേ ഹൃദയമേ ഹൃദയമേ മെഹബൂബിൻ മധുകളുറയുകയായി ഒരുകിടാം മൊഴിഞ്ഞിടാം തിരുസവിധം മനയായി ഹൃദയമേ ഹൃദയമേ മദീനത്തെ മലരുകൾ വിരിയുകയായി ഒരുകിടാം മൊഴിഞ്ഞിടാം തിരുനബി വന്ദനയായി ഹൃദയമേ ഹൃദയമേ മദീനത്തെ മലരുകൾ വിരിയുകയായി ഒരുകിടാം സീനിയർ വിഭാഗത്തിലെ മലയാള സോങ് അവസാനിക്കുന്നു. ജഡ്ജസ് പ്ലീസ്. അസ്സലാമലൈക്കും പൂണിരുവ പെത്തൊയിനാല മനസ്സുക സൻബാല നീലാദനാലെ റൗലത്ത് പൂമുക കണ്ണു ഈ കണ്ണിക കലകൂലുണീർ ആയിരാസന മുത്തു താഹരസു തിരു താഹരസു മുത്തു താഹരസു തിരു താഹരസു തെണു ആജാഗിരു താനുക ആസേമ മുത്തു പൂണിരുവ പെത്തൊയിനാലെ മനസ്സുക സൻബാല നീലാദനാലെ റൗലത്ത് പൂമുക കണ്ണു ഈ കണ്ണിക കലകൂലുണീർ ആയിരാസന മുത്തു താഹരസു തിരു താഹരസു മുത്തു താഹരസു തിരു താഹരസു. അസ്സലാമു അലൈക്കും. ഇതോടുകൂടി സീനിയർ ചെസ് നമ്പർ 111, 112 റെഡിയായിരിക്കുക. അതിനിടയിൽ ഒരു അറിയിപ്പ്. ಇವತ್ತಿನ ಮದರಸ ವಿದ್ಯಾರ್ಥಿಗಳ ಪ್ರತಿಭಾ ಕಾರ್ಯಕ್ರಮದ ಬಹುಮಾನ ಮೊತ್ತವಾದ 50,000 ರೂಪಾಯಿಯನ್ನು ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ಕೆಎಸ್ಎ ಘಟಕದವರು ನೀಡುವುದಾಗಿ ಘೋಷಿಸಿರುತ್ತಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಅಲ್ಲಾಹು ಸ್ವೀಕರಿಸುಮಾರಾಗട്ടെ. ಇದಕ್ಕಾಗಿ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಅನ್ಸಾರ್ ಕೋರ್ಜಾಲ್ ಮತ್ತು ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೆ ಹೃದಯ ತುಂಬಿದ ಕೃತಜ್ಞತೆಗಳನ್ನು ಮದರಸ ವಿದ್ಯಾರ್ಥಿಗಳ ಪರವಾಗಿ, ಜಮಾತಿನ ಪರವಾಗಿ, ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ಕೋರ್ಜಾಲ್ ಪರವಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇನ್ನು ಮುಂದಕ್ಕೂ ತಮ್ಮ ಸಹಕಾರ ಇದೇ ರೀತಿಯಲ್ಲಿ ಮುಂದುವರಿಸಬೇಕಾಗಿ ವಿನಂತಿಸುತ್ತಾ ಇದ್ದೇವೆ. ಎಲ್ಲರಿಗೂ ತಕ್ಕದಾಯ പ്രതിഫലം നൽകുന്ന അനുഗ്രഹിക്കുമാരാകട്ടെ. അടുത്തത് ഒരു ഗാനം മത്സരത്തിൽ ഇല്ലാത്തതാണ്. സഅദ്, 2ാം ക്ലാസ് സഅദ്. ಪಾಪ ಮಾಡಿದ ಪಾಪಿಯು ನಾನು, ನನ್ನ ತಪ್ಪನು ಕ್ಷಮಿಸು ನೀನು, ನಂದರಯದಿ ಕೇಳುವೆಯ ತಪ್ಪಿಗೆ ಕ್ಷಮೆಯ ಮನ್ನಿಸು ಒಡೆಯ. ಪಾಪ ಮಾಡಿದ ಪಾಪಿಯು ನಾನು, ನನ್ನ ತಪ್ಪನು ಕ್ಷಮಿಸು ನೀನು.
അമ്പർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എന്റെ ഹബീബ് അമ്പർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എന്റെ ഹബീബ് തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ തങ്ക ശോഭദീൻ ഇസ്ലാം തങ്ക ഹബീബ് അമ്പർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എന്റെ ഹബീബ്. നണ്ടോ പിർസത്തെ ഉസ്താദ്മാരെ, ഈ വേദികളുടെ അധ്യക്ഷരെ, ചങ്ങായിമാരെ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ അവിടെ കൂടിയ ഉദ്ദേശം ഞങ്ങളുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാൾ കൊണ്ടാടുവാനായിട്ടിക്കരെ. ഈ തിങ്കൾ എല്ലാ റയത്തും മഹാനബിയുടെ ജന്മദിന വലിയ ആഘോഷത്തിൽ കൊണ്ടാടുവാറ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വറഫഅനാ ലക സിക്റക്, നബിയെ ഞാൻ നിങ്ങളുടെ പേർ ഗുണഗാനമായി ഉയർത്തിക്കുക. ഇത്ര സ്ഥാനമാനമുള്ള ഞങ്ങളുടെ നബിയെ ഞങ്ങൾ പിടിച്ചെടുക്കുന്നു. ആ നബിയുടെ സുന്നത്ത് ഞങ്ങൾ പാലിക്കുന്നു. കഡായമായിട്ടുള്ള 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ബഹുമാന ഉല്ലൻകത്തെ ഉസ്താദ്മാരെ, രണ്ട് പിരിസത്തെ ഉമ്മാബാപ്പന്മാരെ, ചങ്ങായിമാരെ, ബാലക്കാരെ, അസ്സലാമു അലൈക്കും. ನಾನು ಅವ್ರು ಜಂಡು ಬಲ್ಕ ಚೊಲ್ಲೋಗು ನಿಂಗೆಲ್ಲ ಮುನ್ನೋಳು ಬಂದರೆ ಅದಕ್ಕೆ ಚೊಲ್ಡದುಂ ಚೊಲ್ಲೋಗುಂ ಪಾಲನೆ ಜೀವನದ ಪಾಲನಕ್ಕೆ ಅಲ್ಲಾಹು ತೌಫೀಕ್ ತರಟ್ಟಿ. ಆಮೀನ್. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ ഉമ്മത്തായിട്ടിക്കട അങ്ങനെ നബി ചൊന്നനിക്കത്തെ ഒരു കാര്യമായിട്ടിക്കര് ഞങ്ങൾ ആയിട്ടിക്കര്. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಹೃದಯ ಕರಗಿ ಕರೆಯುವೆ ಯಾ ಸಯ್ಯದಿ, ಮನವನಂದು ಹಾಡುವೆ ಹೈರನ್ನಬಿ, ಆಸೆಯಂದು ಮದೀನವನ್ನು ಕಾಣಲು ಕರೆಯಿರಿ ನನ್ನನ್ನು ಒಮ್ಮೆ ಯಾ ನಬಿ, ಕರೆಯಿರಿ ನನ್ನನ್ನು ಒಮ್ಮೆ ಯಾ ನಬಿ. ಹೃದಯ ಕರಗಿ ಕರೆಯುವೆ ಯಾ ಸಯ್ಯದಿ, ಮನವನಂದು ಹಾಡುವೆ
ಸಸ್ಯದ ಸಾರಥಿ ನೀವೇ ಯಾ ಹಬೀಬೆ ಸ್ನೇಹವದನ ಕಾಣಲು ಆಖಿರದ ಶಫಾಅತೊಮ್ಮೆ ಲಭಿಸಲು ಆಖಿರದ ಶಫಾಅತೊಮ್ಮೆ ಲಭಿಸಲು ಹೃದಯ ಕರಗಿ ಕರೆಯುವೆಯ ಸಯ್ಯದಿ ಮನವನೊಂದು ಹಾಡುವೆ ಹೈರನ್ನಬಿ ಆಸೆಯೊಂದು ಮದೀನವನ್ನು ಕಾಣಲು ಕರೆಯಿರಿ ನನ್ನನ್ನು ಒಮ್ಮೆ ಯಾ ನಬಿ ಕರೆಯಿರಿ ನನ್ನನ್ನು ಒಮ್ಮೆ ಯಾ ನಬಿ ಕೊನೆಯ ಉಸಿರಲ್ಲಿ ಕರೆದರು ಉಮ್ಮತಿ ಯಸಿರಿ ಬಂಬ ಮಣ್ಣಿನ ಸಾರಥಿ ಕೊನೆಯ ಉಸಿರಲ್ಲಿ ಕರೆದರು ಉಮ್ಮತಿ ಯಸಿರಿ ಬಂಬ ಮಣ್ಣಿನ ಸಾರಥಿ ನೀಡಿರಿ ಹೌಲವು ಕೌಸರೆ ಪಾಪಿಗೆ ಬರುವೆ ಅಂದು ನಿಮ್ಮ ಸನಿಹ ಯಾ ನಬಿ ಬರುವೆ ಅಂದು ನಿಮ್ಮ ಸನಿಹ ಯಾ ನಬಿ ಹೃದಯ ಕರಗಿ ಕರೆಯುವೆಯ ಸಯ್ಯದಿ ಮನವನೊಂದು ಹಾಡುವೆ ಹೈರನ್ನಬಿ ಆಸೆಯೊಂದು ಮದೀನವನ್ನು ಕಾಣಲು ಕರೆಯಿರಿ ನನ್ನನ್ನು ಒಮ್ಮೆ ಯಾ ನಬಿ ಕರೆಯಿರಿ ನನ್ನನ್ನು ಒಮ್ಮೆ ಯಾ ನಬಿ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ಶೇಷ್ ನಂಬರ್ 108. ಪ್ರೇಮ ಸಮ್ರಾಟ ಪುಷ್ಪಗಳ ಹೂದೋಟ ಮಧುರಾರಿಯಲು ಇದು ಹಿಡಿತ ಸೆಮೆಸಾಟ ಇಷ್ಟೆಂಬಾರಿ ನದಿಯು ಹರಿಯುತ್ತ ಬಂತು ತಮ್ಮೆಡೆಗೆ ಪಾಪಗಳ ಮೋಟ ಕೆಟ್ಟಿ ಶರಣಾದಿನು ತಮ್ಮೆಳಗೆ ನಬಿಯವರೇ ನನ್ನ ನಬಿಯವರೇ ನಬಿಯವರೇ ನನ್ನ ನಬಿಯವರೇ ಹೆದೆಯೂರ ಮಹಾರಾಜರು ಬಂದರೆ ನಾನಲ್ಲಿ ಬೆಲೆಯಾಗುವೆ ಅಖಿಲ ಮಹಾರಾಜರೇ ನನ್ನ ಮೆಹಬೂಬರೇ ಅಖಿಲ ಲೋಕಕ್ಕೂ ತಾನಂದು ತಾರುಣ್ಯವೇ ನಬಿಯವರೇ ನನ್ನ ನಬಿಯವರೇ ನಬಿಯವರೇ ನನ್ನ ನಬಿಯವರೇ അസ്സലാമു അലൈക്കും ചെസ് നമ്പർ 109. ഇത് കഴിഞ്ഞാൽ ഉടനെ സീനിയർ വിഭാഗത്തിലെ ഗ്രൂപ്പ് സോങ് നടക്കുന്നു. ചെസ് നമ്പർ 181, 182, 183 തയ്യാറായിരിക്കുക. അസ്സലാമു അലൈക്കും ಮಕ್ಕ ಮದೀನದ ತಾರೆ ಬೆಳಗಿ ಬಂದ ತಾಜರೆ ಮುತ್ತು ಪ್ರವಾದಿ ನಬಿಯರೇ ನನ್ನಯ ಪ್ರೀತಿಯ ರಾಜರೇ ಲೋಕ ರಹಮತ್ತಂದು ತಾರಸೂಲವರಂದು ಲೋಕಕ್ಕೆ ರಹಮತ್ತಂದು ತಾರಸೂಲವರಂದು ಮಕ್ಕ ಮದೀನದ ತಾರೆ ಬೆಳಗಿ ಬಂದ ತಾಜರೆ ಮುತ್ತು ಪ್ರವಾದಿ ನಬಿಯರೇ ನನ್ನಯ ಪ್ರೀತಿಯ ರಾಜರೇ ಕನಸಲಿ ಒಮ್ಮೆ ನಬಿಯರ ಕಾಣಲು ಆಸೆಯು ನೀಡಿದೆ ರೌಲವನೊಮ್ಮೆ ಚುಂಬಿಸಲೆಂದು ಹೃದಯವು ಮಿಡಿಯುತ್ತಿದೆ ನಬಿಯಾರ ಆ ರೌಲವನ್ನು ಕಂಡಿಲ್ಲ ನನ್ನ ಈ ಕಣ್ಣು ಮನವು ಬೇರುತ್ತಿದೆ ಎಂದು ನಬಿಯಾರ ಕಾಣಲೆಂದೆಂದು ಮಕ್ಕ ಮದೀನದ ತಾರೆ ಬೆಳಗಿ ಬಂದ ತಾಜರೆ ಮುತ್ತು ಪ್ರವಾದಿ ನಬಿಯರೇ ನನ್ನಯ ಪ್ರೀತಿಯ ರಾಜರೇ
സിംഗിൾ സോങ് ജൂനിയർ വിഭാഗത്തിലെ അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ചെസ് നമ്പർ 181, 182, 183 സീനിയർ വിഭാഗത്തിലെ ഗ്രൂപ്പ് സോങ് ആണ്. അതിനിടയിൽ നടക്കാനിരിക്കുന്നു സീനിയർ വിഭാഗത്തിന്റെ മലയാള സിംഗിൾ ഗാനം. ഇതിന്റെ റിസൾട്ട് ഇതാ പുറത്തു വരികയാണ്. ഒരാൾക്കുപരി മറ്റൊരാൾ, ഒരു ഗാനത്തിന് മറ്റൊരു ഗാനം മത്സരം ഏർപ്പെട്ടപ്പോൾ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ടീമിന് 10 പോയിന്റുമായി ടീം റെഡ് 10 പോയിന്റ് നേടുകയാണ്. തന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളും ഇതാ തൊട്ട് പിന്നിലുണ്ട്, വിട്ടുതരില്ല എന്ന പോരാട്ടവുമായി ടീം ഗ്രീൻ 5 പോയിന്റ് നേടി സെക്കൻഡ് ആയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മത്സരം അവസാനിക്കുമ്പോൾ ആരായിരിക്കും ഇന്നത്തെ Honorable Chairman, respected Ustad and my dear friends, Assalamu alaikum. On these precious occasions, I am very glad to meet you. I don't know how to express my heartful thanks to you. I praise Almighty Allah who blessed me with these golden sons. Dear brother, now we are celebrating birthday of Prophet Muhammad Mustafa sallallahu alaihi wasallam. So I think it will be better to share some thoughts about Muhammad Mustafa sallallahu alaihi wasallam. And he is the attractive character. Dear, now why do we are celebrating birthday of Prophet Muhammad Mustafa sallallahu alaihi wasallam? But we can say it is the obligations to do so, because if he was not sent to, what would be our conditions? Yes, it is the Prophet Muhammad Mustafa sallallahu alaihi wasallam sent to the society where there are 3 things of air vocational: wine, war and women. However, within 23 years he made them leaders of winners of both Islam. They entered the beautiful shores of Islam and they spent their effort to spread Islam. Here, let us get ready to follow the path of Prophet Muhammad Mustafa sallallahu alaihi wasallam, and we should love him as he said, "La yu'minu ahadukum hatta akunu habban ilayhi min walidihim wa walidihim wan nasi ajma'in." Respect Ustad, honorable guests, dear brothers and sisters. Today we are celebrating the birthday of our beloved Prophet Muhammad Mustafa sallallahu alaihi wasallam. On this glorious occasion, I could like to say a few words about our Prophet Muhammad Mustafa sallallahu alaihi wasallam. He was born in Makkah, the son of Abdullah and Amina. At the time of birth, Arabian was sunk in utter choice. Confusion, violence and injustice dominated the social life. Hood and murder were very common in those days. Might is right. Was the principle was prevent them whatever object they worship, whatever object they saw, to save humanity from this depth of darkness. Allah the most merciful sent his beloved prophet. Event of Prophet Muhammad Mustafa sallallahu alaihi wasallam was the greatest blessing humanity. The Holy Quran states it. He transformed culturally decayed society into the noblest community. We are the most blessed to remain blessed in that
We belong to the community of greatest prophet. Can we uphold this pride of too long? Definitely not. If we remain idle and careless in this occasion, let us swear followers fully in words and deeds. May Allah bless us to remain followers Ahli Sunnati wal Jamaat. Amin. Assalamu alaikum. ಅದೇ ರೀತಿ ಸಕೂರ್ ಐಸ್ ಕ್ರೀಮ್ ಮತ್ತು 15,000 ರೂಪಾಯಿ ಕೊಟ್ಟು ಸಹಕರಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಸ್ವೀಕರಿಸಲಿ. ಬಶೀರ್ ಚಾಕ್ಲೇಟ್ ಕೊಟ್ಟು ಸಹಕರಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಸ್ವೀಕರಿಸಲಿ. ಪ್ರತಿಫಲ ನೀಡಲಿ. ಅಮೀರ್ ಅಂಡ್ ಲತೀಫ್ ರವರು ಬೆಳಗಿನ ಉಪಹಾರ ಕೊಟ್ಟು ನಮ್ಮನ್ನ ಸಹಕರಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಸ್ವೀಕರಿಸಲಿ. ಪಕ್ಕದಾದ ಪ್ರತಿಫಲ ನೀಡಲಿ. ಚೆಸ್ ನಂಬರ್ 181. Assalamu alaikum. Assalamu alaikum. Mic on, okay? السلام عليكم يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوب الدين الإسلام يا حبيبي يا شفيعي يا رسول الله بأمي وأبي فديتك سيدي صلاة والسلام عليك يا نبي حبيبي يا محمد هديت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد يا من هليت حياتنا بالإيمان يا من بجمالك علمت الإحسان يا من نورت قلوبنا بالقرآن يا حبيبي يا شفيعي يا رسول الله بأمي وأبي فديتك سيدي صلاة والسلام عليك يا نبي حبيبي يا محمد هديت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد السلام عليكم. أنت نور الله فجرا زدت بعد العسر يسرا ربنا علاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت في العينين دي أنت عند الحب لي أنت هاد وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يرتوي بالحب قلبي حب خير الرسل ربي من بي أبصرت دربي يا شفيعي يا رسول الله أيها المختار فينا زادنا اللب حنينا جئتنا بالخير دينا يا كتاب المرسلين يا حبيبي يا محمد
ಕನಸು ಮೂಡುತ್ತಿದೆ. ಇದು ಪುಣ್ಯ ನಬಿಯರ ಹಾಡು, ಮನಸ್ಸಲ್ಲಿ ಕನಸಿನ ಗೂಡು, ಆ ನಬಿಯರ ಕಾಣುವ ತವಕ್ಕ ಹೆಚ್ಚಿನ ಮನದಲ್ಲಿ. ಇದು ಪುಣ್ಯ ನಬಿಯರ ಹಾಡು, ಮನಸ್ಸಲ್ಲಿ ಕನಸಿನ ಗೂಡು, ಆ ನಬಿಯರ ಕಾಣುವ ತವಕ್ಕ ಹೆಚ್ಚಿನ ಮನದಲ್ಲಿ. ಮುತ್ತು ನಬಿಯವರೇ, ಜೀವನಿಧಿಯವರೇ, ಅಂತರಾಳದಲ್ಲಿ ಕನಸು ಮೂಡುತ್ತಿದೆ. ಮುಗುಲು ನಗಿಯಲಿ ಧರ್ಮ ತಿಳಿಸಿದ ಲೋಕದ ನಾಯಕರೇ, ಮನದ ದಾಹ ತೀರಿಸಲು ನಾ ಬೇಡುವೆ ನಬಿಯವರೇ. ಕರುಣಿಸುವಿರ ನಿಮ್ಮ ಮುಖವ ಜೀವನದ ಹಾದಿಯ, ಸ್ನೇಹ ಸ್ಫೂರ್ತಿ ಧರ್ಮ ನೀತಿ ಮುತ್ತು ನಬಿಯವರ ಜನಿಸಿದ ಮಾತು ಇದು. ಮುತ್ತು ನಬಿಯವರೇ, ಜೀವನಿಧಿಯವರೇ, ಅಂತರಾಳದಲ್ಲಿ ಕನಸು ಮೂಡುತ್ತಿದೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಬಾಂಧವರೇ, ನಮ್ಗೆ ಗೊತ್ತಿರಬಹುದು, ಇಂದು ಇಷ್ಟು ಸುಂದರವಾದಂತಹ, ಇಷ್ಟು ವರ್ಣಮಯವಾದಂತಹ ಲೈಟ್ಗಳು ಮತ್ತು ಸೀಟ್, ಶಾಮಿಯಾನ ಮುಂತಾದವುಗಳಿಂದ ಅಲಂಕೃತಗೊಂಡಂತಹ ಈ ಸುಂದರವಾದಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಹಳಷ್ಟು ಖರ್ಚು ವೆಚ್ಚಗಳು ತಗಲಿದೆ ಎನ್ನುವುದು ನಿಮ್ಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿದೆ. ನೀವೆಲ್ಲರೂ ಕೂಡ ತನುಮನ ಧನದಿಂದ ಸಹಾಯ ಮಾಡಿದ್ದೀರಿ. ಆದರೂ ಕೂಡ ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಲಕ್ಷಗಟ್ಟಲೆ ಬೀಳುವಂತಹ ಈ ಖರ್ಚು ವೆಚ್ಚಗಳಿಗೆ ನಿಮ್ಮ ಕೈಯಿಂದಾಗುವ ಸಹಾಯ ಮತ್ತೊಮ್ಮೆ ನೀಡಿ ನೀವು ಸಹಕರಿಸಬೇಕಿದೆ. ನೀವು ನೀಡಿದ ತನುಮನದ ಸಹಾಯಕ್ಕೆ ನಾವು ಚಿರಋಣಿಯಾಗಿದ್ದೇವೆ. ಆದರೂ ಧನ ಸಹಾಯ ಇನ್ನೊಮ್ಮೆ ನಿಮ್ಮ ಬಳಿ ಕಾರ್ಯಕರ್ತರು ಬರುವಾಗ ನಿಮ್ಮಲ್ಲಿ ಆಗುವಂತಹ ಸಂಖ್ಯೆಯನ್ನು ನೀಡಿ ನೀವು ಸಹಕರಿಸಬೇಕು. ಬಹಳಷ್ಟು ವೆಚ್ಚವಿರುವಂತಹ, ಬಹಳಷ್ಟು ಖರ್ಚು ಆದಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮವಾಗಿದೆ. ನಿಮ್ಗೆ ಗೊತ್ತಿರಬಹುದು, ಪ್ರತಿಯೊಬ್ಬರು ತಮ್ಮ ಕೈಯಲ್ಲಿರುವಂತಹ ಹಣವನ್ನು ನೀಡಿಯಾಗಿದೆ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಇಷ್ಟು ಅಚ್ಚುಕಟ್ಟಾಗಿ, ಇಷ್ಟು ಸುಂದರವಾಗಿ, ಇಷ್ಟು ಅಲಂಕೃತವಾಗಿ ಮಾಡಿದ್ದು. ಆದ್ದರಿಂದ ಪ್ರೀತಿಯ ಈ ಊರಿನ ಬಾಂಧವರಲ್ಲಿ ನಿಮ್ಮ ಬಳಿ ನಮ್ಮ ಕಾರ್ಯಕರ್ತರು ಬಂದು ಕೇಳುವಾಗ ಒಂದು ಒಳ್ಳೆಯ ಸಂಖ್ಯೆಯನ್ನು ಬರೆಸಿ, ಒಳ್ಳೆಯ ಸಂಖ್ಯೆಯನ್ನು ಕೊಟ್ಟು ತನುಮನ ಧನದಿಂದ ಸಹಾಯ ಮಾಡಬೇಕು. ಅದೇ ರೀತಿ ನನ್ನ ಪ್ರೀತಿಯ ಈ ಒಂದು ಊರಿನ ಅಕ್ಕ ತಂಗಿಯಂದಿರೆ, ತಾಯಂದಿರೆ ಹಾಗೂ ಇಲ್ಲಿ ನೆರೆದವರೆಲ್ಲರೂ ಕೂಡ ನಮಗಾಗುವಂತಹ ಸಹಾಯ ನೀಡಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಇಷ್ಟು ಉಜ್ವಲವಾಗಬೇಕಾದರೆ ಅದಕ್ಕೆ ಬಹಳಷ್ಟು ಖರ್ಚು ತಗಲಿದೆ. ಈಗಾಗಲೇ ಹೇಳಿದಂತೆ ನಿಮ್ಮ ಕೈಯಲ್ಲಿರುವಂತಹ ಅಥವಾ ನಿಮ್ಮಿಂದ ಭರಿಸಲು ಸಾಧ್ಯವಾಗುವಂತಹ ಒಂದು ಉತ್ತಮವಾದಂತಹ ಮೊತ್ತವನ್ನು ಭರಿಸಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದ ವಿಜಯಕ್ಕೆ ಮತ್ತೊಮ್ಮೆ ನೀವು ಕೈ ಜೋಡಿಸಿ ಎಂದು ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಮಾತುಗೆ ವಿರಾಮ. ಆತ್ಮೀಯ ಬಂಧುಗಳೇ, ಬಹಳಷ್ಟು ಕೆಲಸದ ಒತ್ತಡ ಇದ್ದರೂ ಕೂಡ ನಮ್ಮನ್ನು ಕೋಡ್ಚಾಲ್ರವರಿಗೆ ಮಾನ್ಯ ವಿಧಾನಸಭೆಯ ಸಭಾಧ್ಯಕ್ಷರಾದಂಥ UT ಖಾದರ್ ಅವರು ತಿಳಿಸಿದ್ದಾರೆ. ಈಗಾಗಲೇ ಬಂಟ್ವಾಳದಿಂದ ಹೊರಟು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಮ್ಮ ಮೇಲೆ ಪ್ರೀತಿ ಇಟ್ಟು ಬಂದಿರ್ತಾರೆ. ಇನ್ನೂ ಹಲವಾರು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅವರಿಗೆ ಭಾಗವಹಿಸಲಿಕ್ಕೆ ಇರುವ ಕಾರಣ ಅವರು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾನು ಸ್ಪೀಕರ್ ಸರ್ ಹತ್ರ ಒಂದು ವಿನಂತಿ, ಮಕ್ಕಳ ನಿಮ್ಮ ಉಪಸ್ಥಿತಿಯಲ್ಲಿ 2 ಮಕ್ಕಳು ಒಂದೊಂದು ಗಾನವನ್ನು ಹಾಡಿ ಒಂದೇ ಗಾನವನ್ನು ಅವರ ಪ್ರತಿಭೆಯನ್ನು ನಿಮ್ಮ
ಸಮ್ಮುಖದಲ್ಲಿ ವ್ಯಕ್ತಪಡಿಸಬೇಕೆಂಬ ಇರಾದೆಯನ್ನು ನಮ್ಮ ಉಸ್ತಾದರವರು ತಿಳಿಸಿರ್ತಾರೆ. ಆದ್ದರಿಂದ ಇಬ್ಬರು ಮಕ್ಕಳು ಅವರ ಪ್ರತಿಭೆಯನ್ನು ಪ್ರತಿಭೆ ಮಾಡಿದ ನಂತರ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮ್ಮ ಹಿರಿಯರಿಗೆ UT ಖಾದರ್ ಅವರು ಸನ್ಮಾನ ಮಾಡಿ ಅವರ ಸಂದೇಶವನ್ನು ನೀಡಿ ಇನ್ನು ಈ ಬೆಳಗಿನ ತನಕ ಎಲ್ಲ എല്ലാവിധ സ്വാഗതങ്ങളും നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സഹീം അവർ ഒരു പ്രസംഗം നടത്തുന്നു. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. Honorable guest and honorable speaker of Karnataka Legislative Assembly, dear UT Khadar, and parents, teachers, and my beloved fellow friends. അതായത് ആദരപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടും അതായത് പെറ്റനാൾ ആഘോഷിച്ചുകൊണ്ടും ഞങ്ങൾ ഈ കോഴ്സിന്റെ സന്ദർഭത്തിൽ ഞങ്ങൾ ಸೇರಿದ ಸೇರಿದ പോലെ നാലകൽ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ ಸೇರ್ക്കുമാറാകട്ടെ. നാ ചൊല്ലുന്ന പോലെ ബിസി എന്ന് ചൊന്നെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതും സ്നേഹിച്ചുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ പോലും ഉമ്മത്തി എന്ന് ചെന്ന് മരിച്ച് അതായത് ഉമ്മത്തികളെ ബിസിയെ കുറിച്ചിട്ട് unknown facts about ummah of Nabi sallallahu alaihi wasallam, Prophet Muhammad Mustafa sallallahu alaihi wasallam, unknown facts about Prophet Muhammad Mustafa sallallahu alaihi wasallam of their ummah. चलो പോക ना നിങ്ങൾ ഒരു ചാൻസ് എത്ര ആ ചാൻസ് Almighty Allah alhamdulillah ala kulli hal. First of all I will sujjundu naudnandi ഒരു സ്പീച്ച് തുടങ്ങുക. ഞാൻ ചൊല്ലുന്ന പോലെ ബിസി എന്ത് ചെന്നെങ്കും ഇത്രത്തോളം ഗൊന്തില്ലാത്ത ബിസിയ അതായത് ഗൊന്തിനെങ്കും അങ്ങ് കേട്ടിട്ട് കാട്ടാത്ത പോലത്തെ ബിസിയായിട്ട് ഞാൻ ചൊല്ല പോണ്ടേ. അതായത് അൺനോൾഡ് ഫാക്ട് അതായത് അൺടോൾഡ് ഫാക്ട് ഞാൻ ചൊന്നെ. അതായത് ഈ ഭൂലോക ശാസ്ത്രത്തിൽ ഇസ്ലാം സ്കോളേഴ്സ് എത്ര കേറി ബന്ധറാറ്. അതായത് ഞങ്ങൾ ഇപ്പൊ നോക്കുക ഇനി ഞങ്ങളെ വേൾഡ് മോഡേണൈസ് ആയാൻ പോയുണ്ട്. ഫുൾ വാച്ച് കത്തിരങ്ങ ക്യാമറ ഇതാക്കണം നാമുണ്ട് സോണിക്ക് മൈക്കത്തിൽ കേൾക്കറങ്ങ ഫുൾ മോഡേണൈസ് ആയിട്ട് ഡിജിറ്റൽ വേൾഡ് ആണ് ഇപ്പത്തെ. നാ ചൊല്ലക്ക് പോകേണ്ടത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാമിക് ആണ്. ഗോൾഡൻ ഏജ് അതായത് 8th century 14th century അറബിക് പ്രദേശത്തിൽ ಬಂದೆ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാമിക് ആണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നാ ചൊല്ല പോകേണ്ട നന്റെ ഇവിടെ ക്യാമറ റെക്കോർഡ് ആക്കിയിട്ടുണ്ട്. ക്യാമറ റെക്കോർഡ് First no, a Muslim scientist. He's a Muslim philosopher. He's a Muslim scientist. He's a Muslim astronomy. He's a father of optics. And അറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയ്യാൻ മുസ്ലിം സയന്റിസ്റ്റ് ആണ്. എന്ത് അറിയപ്പെട്ടിട്ടില്ല ഈ ക്യാമറ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുവർ 2nd ക്ലാസ് 3rd ക്ലാസ് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുവർ പിൻ ഹോൾ ക്യാമറ പഠിപ്പാട്ടിದ್ದಾರೆ നിങ്ങൾ ഔത്താക്കിട്ട് കോമ്പടിക്കുവർ ഔത്താക്കി പ്രൊജക്റ്റ് ആക്കി കോമ്പടിക്കുവർ. ബട്ട് ആരാണ് അതിനെ ഉണ്ടാക്കിയത് ആരാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് പഠിച്ചിട്ടാ ഇല്ല. why ആര് Ibn al-Haytham ആണ്. He's the father of camera, father of optic എന്ന് അറിയപ്പെട്ട ആളാണ്. ഈ അയാളാണ് മുസ്ലിം സയന്റിസ്റ്റ് ആണ്. എന്തൊക്കെ his name tagged as a മുസ്ലിം ചില പേര് എന്ന കാരണം അയാളുടെ ഞങ്ങൾ അറിയപ്പെടാത്തെ ഓർത്തു വെച്ചെങ്കിൽ ഞങ്ങൾ 10th ക്ലാസ്സിൽ പഠിക്കേ ലൈറ്റ് ഹൗ ക്യാൻ ഹ്യൂമൻ ബീങ് സീ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണണ്ടേ അങ്ങനെ. അതായത് other definition ആണ് the light ray reflect of objects then the image enter to our eyes and the image we can see. അതേ നാൾ കണ്ണുക്ക് ഒരു ഒബ്ജക്റ്റ് ലൈറ്റ് അടിക്കറ് സൺലൈ ലൈറ്റ് അടിക്കറ് ആ ലൈറ്റ് നാൾ കണ്ണുക്ക് റിഫ്ലക്ട് ആവു അത് നാൾ കണ്ണുക്ക് ബണ്ട് അത് കാണത്തിൽ നമുക്ക് പോണ്ടേ. അതേ സെയിം ഡെഫിനിഷൻ ആണ് അണ്ട് ഇബ്നു ഹൈത്തം കൊടുത്തത്. പക്ഷേ അയാൾ അറിയപ്പെട്ടിട്ടില്ല. father of who invented camera കേട്ടപ്പോ ജോസഫ് നൈസ്പോൺ എനിക്ക് ಬೇಕು ഇപ്പൊ ഗൂഗിൾ ആക്കി നോക്കി എനിക്ക് കിട്ടു. ബട്ട് എന്തൊക്കെ അയാൾ അറിയപ്പെട്ടിട്ടില്ല. അതായത് ഇന്നുണ്ടോ കെമിസ്ട്രി നിങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന പോലത്തെ കെമിസ്ട്രിയുടെ കെമിക്കൽ എലമെന്റുകൾ അതായത് എലമെന്റ് കണ്ടുപിടിച്ചത് ജാബിർ ബിൻ ഹയ്യാൻ ആണ്. എന്തൊക്കെ അയാൾ കണ്ടുപിടിച്ചിട്ടില്ല. അയാൾ എഴുതിയ കിതാബ് ಎಲ್ಲ ಒಂದು കിതാബ് എഴുതിയ ബുക്ക് ഓഫ് കാനൂൻ എഴുതിയത് ആ ബുക്ക് എന്തൊക്കെ അറിയപ്പെട്ടിട്ടില്ല. മുസ്ലിം എന്ന ടാഗുള്ള കാരണം
ಅಂಗತಮ್ಮ ವೈ ಈ ಕ್ವಶ್ಚನ್ ಅನ್ನು ಕೇಳ್ಕೊಂಡೆ ಅದೇ ನೆಕ್ಸ್ಟ್ ಇನ್ನು ಮುಂದೆ ಚೆನ್ನ ತೀರಾತ ಬಲ್ತ ವಿಷಯಾನ ಮೊಹಮ್ಮದ್ ಮೂಸಾ ಬಿನ್ ಅಲ್ ಕೊಜರಮಿ അതായത് നിങ്ങൾ കേട്ടിക്കുവാറ് നിങ്ങൾ പഠിച്ചിരിക്കുവാറ് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ ഇല്ലെങ്കിൽ 6th പിന്നെ തുടങ്ങുന്ന മാത്തമാറ്റിക്സ് നിങ്ങൾ കേട്ടിക്കാർ അൽജിബ്രിക് എക്സ്പ്രഷൻ കേട്ടിക്ക എല്ലാ എഡ്യൂക്കേഷൻ പേഴ്സൺമാരെ ഗൊന്തിക്കു 10th ക്ലാസ് 6th ക്ലാസ് പോയി ആൾമാർക്ക് ഗൊന്തിക്കു അൽജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഗൊന്തില്ല നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരിക്കുവാർ പൈതഗോറസ് തിയറി പഠിച്ചിരിക്കുവാർ ഇല്ലെങ്കിൽ തേൽസ് തിയറി പഠിച്ചിരിക്കുവാർ അതിൽ ആ തേൽസ് തിയറി മുട്ട നിങ്ങൾക്ക് കൂടെ ഈ പൈതഗോറസ് ഒരു ആള് അതിൽ ഗ്രീറ്റർ ಬಂದ್ರೆ ಅಲ್ಲಿ ಇದಾಕಿರ ಅಲ್ಲಿ ಅದಾಕಿರ ಬಟ್ ಆರ್ ಎಂದ್ರಿದ ಬಟ್ ಊಡಂದಿಲ್ಲ ಅಲ್ಜಿಬ್ರಾ ಆರ್ ಕಂಡುಬಿಡ್ಚೆ ನಿಂಗೆ ಚೊಂದಿರ್ತಿಲ್ಲ ಚೊಂತಂತ್ಲ ಎಂದಿಗೆ ವೈ ಇಸ್ ಟೇ ಆರ್ ಗೊಂತನೆ ಕಂಡುಬಿಡ್ಚೆ ಅಲ್ಲಿ ಕಜಾರಮಿ ಇಬ್ನ್ ಮೂಸಾ ಇಬ್ನ್ ಮೊಹಮ್ಮದ್ ಬಿನ್ ಮೂಸಾ ಅಲ್ಲಿ ಕಜಾರಮಿ ಅನ್ನು ಕಂಡುಬಿಡ್ಚೆ ಎಂದಿಗೆ ಅಲ್ಲಿ ಪೇರ್ ಅಲ್ಜಿಬ್ರಿಕ್ ಎಕ್ಸ್ಪ್ರೆಷನ್ ಫಾದರ್ ಆಫ್ ಅಲ್ಜಿಬ್ರಿಕ್ ಎಕ್ಸ್ಪ್ರೆಷನ್ ಇಪ್ಪ ನೀವು ಗೂಗಲ್ ಹಾಕಿ ನೋಕರು ಅಲ್ಲಿ ಫುಲ್ ವೆಲಿವಾನ್ ಫಾದರ್ ಆಫ್ ಅಲ್ಜಿಬ್ರಿಕ್ ಎಕ್ಸ್ಪ್ರೆಷನ್ father of algorithm അയിന്റെ പേര് എന്താക്കിறாரு മുസ്ലിംസ് ഇന്നത് ഗ്രീക്ക് മാറ്റിട്ട് ഗ്രീക്കിൽ ലാറ്റിനൈസ് ആക്കിട്ടാங்க എന്താക്കിறாரு algorithm நீங்க படிச்சிருக்கீங்க நீங்க ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരിക്കുക തിയറി ഓഫ് algorithm நீங்க പഠിച്ച കേട്ടா നിങ്ങൾ അത് മുസ്ലിം നിങ്ങൾ അറിയപ്പെട്ടാ ഇല്ല why എന്ത് അറിയപ്പെട്ടില്ല അത് മുസ്ലിംസ് ആണ് മുസ്ലിമിന്റെ ഖസാറമീൻ എന്ന പേര് ലാറ്റിനൈസ് ആക്കിയിട്ട് the world അൽ ഖസാറമീന്റെ algorithm ആക്കിയിട്ട് അവിടെ നമുക്ക് ചെലുത്തണ്ടേ ഇപ്പം അതായത് ഇന്നൊരു ഫാക്ട് ഉണ്ട് ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടുള്ളേ മെഡിസിൻ ഫാദർ ഓഫ് മോഡേൺ ഓൺലി മെഡിസിൻ ആരെന്ന് കേട്ടെങ്കിൽ ഇപ്പം ഗൂഗിൾ ആക്കി നോക്കി നിങ്ങൾക്ക് പറയും ഇബ്ൻ സീന നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടാറ് ഇബ്ൻ സീനയെ കുറിച്ചിട്ടും MBBS പഠിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഞങ്ങൾ പഠിച്ചോളാറ് നിങ്ങൾ അർത്ഥാക്കണോ MBBS പഠിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് യൂസ് ആക്കിയോളാറ് ബട്ട് പേരെന്ത് ഇബ്ൻ സീന ಅಂತಲ್ಲ ಅವೇಸೇನಾಟ್ ಎಂದು ಗ್ರೀಕಿಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಆಗಿದೆ ಅಲ್ಲಿ ಕಿತಾಬೆಲ್ಲ ಲ್ಯಾಟಿನ್ಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಆಗಿದೆ ಲ್ಯಾಟಿನ್ಗೆ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಆಗಿದೆ ಅವರು ಅದು ಯೂಸ್ ಆಗ್ತಾರೆ ഇപ്പം അതിൽ ഫാദർ ഓഫ് മോഡേൺ ആർലി മെഡിസിൻ ആണ് ഇപ്പം അതിൽ സ്റ്റാറ്റസ് ചുമ ഉണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് അറിയപ്പെട്ടിട്ടില്ല ഇതാണ് നെക്സ്റ്റ് ഞങ്ങൾ നെക്സ്റ്റ് ഞാൻ ചെല്ല ബലത്തെ ബിസിയാണ് ഞങ്ങൾ ടൈം നോക്കുക വാച്ച് ഉണ്ട് സാറ്റലൈറ്റ് നാവിഗേഷൻസ് ഞങ്ങൾക്കുണ്ട് അതിലെല്ലാം ഫസ്റ്റ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഒരു ആസ്ട്രോലാബർ ഉണ്ടാകും അതായത് ഒരു വേ നോക്കറേ ഒരു കമ്പാസ് പോലത്തെ സാധന ഒരു ഇത് പോലത്തത് അതിൽ കൊണ്ടിട്ടു അത് കണ്ടുപിടിച്ചത് ഒരു മുസ്ലിം സയന്റിസ്റ്റ് ഒരു പെണ്ണാണ് അത് മറിയം അൽ ആസ്ട്രോബിൻ പെണ്ണ് ആ പെണ്ണിക്ക് ഇപ്പം ഞങ്ങൾ എന്താക്കാം ഗൂഗിൾ അടിച്ച് നോക്കി ഞങ്ങൾക്ക് കിട്ടും who invented Archulab and all in the first banner കണ്ടുപിടിച്ചത് അതേ കുറിച്ചിട്ട് ഡെവലപ്മെന്റ് ആക്കിയിട്ട് അത് ഇപ്പോൾ ഞങ്ങൾ യൂസ് ആക്കുന്നത് ക്ലോക്കും അതിനെ കുറിച്ച് എല്ലാ സാറ്റലൈറ്റും പിന്നെ സാറ്റലൈറ്റിൽ പറഞ്ഞ നാവിഗേഷൻസ് എല്ലാം കണ്ടുപിടിച്ചല്ലേ അത് മുസ്ലിം സയന്റിസ്റ്റ് അനുസരിച്ചാണ് മോഡേണൈസ് ഇടീ വേൾഡ് മോഡേണൈസ് ആവുള്ള കാരണം അതിന് യഥാർത്ഥത്തിൽ നോക്കുമെങ്കിൽ മുസ്ലിം സയന്റിസ്റ്റ് ആണ് മുസ്ലിംസ് ആൾമാരാണ് അങ്ങ് എന്ത് അറിയപ്പെട്ടിട്ടില്ല ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മുന്നിൽ വെച്ചോല്ല നെക്സ്റ്റ് അതായത് ഞങ്ങളെ നോക്കുമെങ്കിൽ ഈ ജാതിപരമായിട്ടും ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരു കേൾക്കണത് നാനും നിങ്ങൾ ചുമ തേടിയിട്ട് ആൻസർ ആക്കുന്നതാണ് ഇപ്പം ചുമ മുസ്ലിം എഡ്യൂക്കേഷൻ പേപ്പർ പഠിച്ചോളൂ റിസർച്ച് പേപ്പേഴ്സ് പഠിച്ചോളൂ നിങ്ങൾ ഇത് കുറിച്ചിട്ടും റിസർച്ച് ആക്കണം ಎಂದಂತ UT ಖಾದರ್ ಸಾಹೇಬರು ನಮ್ಮ ವಿಧಾನಸಭೆಯ ಸಭಾಧ್ಯಕ್ಷರ ಸಮ್ಮುಖದಲ್ಲಿ ನಮ್ಮ ಹಲವಾರು ಹಿರಿಯರನ್ನು ಈಗ ಸನ್ಮಾನ ಮಾಡಲಿಕ್ಕಿದ್ದೇವೆ. ನಮ್ಮ ವಿಶ್ವವಿದ್ಯಾಲಯದ ಸಿಂಡಿಕೇಟ್ ಸದಸ್ಯರಾದ ಅಚ್ಯುತ ಗಟ್ಟಿಯವರಲ್ಲಿ ಇದರ ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ನಾನು ಅವನನ್ನು ವಿನಂತಿ. ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ಕೋಡಿಜಾಲ್ ಹಾಗೂ ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ KSA ಘಟಕದ ಸಹಭಾಗಿತ್ವದಲ್ಲಿ ನಮ್ಮ ಜಮಾತಿನ ಅಭಿವೃದ್ಧಿಗಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿದ ಉಲಮಾಗಳು ಹಾಗೂ ಉಮರಾಗಳಿಗೆ ಅದೇ ರೀತಿ ಮಸೀದಿಗೆ ಒಳಪಟ್ಟಂತಹ ವಸತಿ ಸಮುಚ್ಚಯದ ನಿರ್ಮಾಣಕ್ಕಾಗಿ ಶ್ರಮಿಸಿದಂತಹ ಅನೇಕರಿಗೆ ಸನ್ಮಾನ್ಯ ಕಾರ್ಯಕ್ರಮವು ಈ ಮಹತ್ತಾದ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿದೆ. ಇದಕ್ಕೆ ಸಾಕ್ಷಿಯಾಗಲಿದ್ದಾರೆ ಕರ್ನಾಟಕ ರಾಜ್ಯದ ವಿಧಾನಸಭೆಯ ಸಭಾಧ್ಯಕ್ಷರಾದಂಥ ಶ್ರೀಯುತ UT ಖಾದರ್ ಸರ್ ಅವರು. ಮೊದಲನೇದಾಗಿ ರಿಫಾಯಿ ಜುಮಾ ಮಸೀದಿ ಕೋಡಿಜಾಲ್ ಇದರ ಅಧ್ಯಕ್ಷರಾಗಿ ಸುಮಾರು 30 ವರ್ಷಕ್ಕೂ ಮೇಲ್ಪಟ್ಟು ಸೇವೆ ಸಲ್ಲಿಸಿದಂತಹ ಹಾಜಿ ಇಬ್ರಾಹಿಂ ಕೋಡಿಜಾಲ್ ಇವರನ್ನ ಸನ್ಮಾನ ಪೀಠಕ್ಕೆ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಆಹ್ವಾನಿಸುತ್ತಿದ್ದೇನೆ.
ಹಾಜಿ ಸೂಫಿ ಕುಂಜಿ ಕೋಡಿಜಾಲ್ ಹಾಗೂ ಅವ್ವಮ್ಮ ಇವರ ಸುಪುತ್ರರಾದ ಹಾಜಿ ಇಬ್ರಾಹಿಂ ಕೋಡಿಜಾಲ್ ನಮ್ಮ ಮಸೀದಿಯ ಸ್ಥಾಪಕ ಕಾರ್ಯದರ್ಶಿಯಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿರುತ್ತಾರೆ. ಮಸೀದಿ ಪುನರ್ನಿರ್ಮಾಣದ ನೇತೃತ್ವ, ಮಸೀದಿಗೆ ಒಳಪಟ್ಟಂತಹ ನೂತನ ವಸತಿ ಸಮುಚ್ಚಯ ನಿರ್ಮಾಣದ ರೂವಾರಿಗಳು ಆಗಿದ್ದಾರೆ. ಖುನಾಜೆ ಮಂಡಲ ಪಂಚಾಯತ್ನ ಮಾಜಿ ಅಧ್ಯಕ್ಷರು, ಪ್ರತಿಷ್ಠಿತ ಮೂಡಾದ ಅಧ್ಯಕ್ಷರಾಗಿ ಸಾರ್ವಜನಿಕ ಸೇವೆಯನ್ನು ಕೂಡ ಸಲ್ಲಿಸಿದ್ದಾರೆ. ಸೆಂಟ್ರಲ್ ಕಮಿಟಿಯ ಉಪಾಧ್ಯಕ್ಷರು, ಪ್ರಸ್ತುತ ಜಮಿಯತುಲ್ ಫಲಾಹ್ ಮಂಗಳೂರು ಘಟಕದ ಅಧ್ಯಕ್ಷರಾಗಿಯೂ ಸಮುದಾಯ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದಾರೆ. ಧಾರ್ಮಿಕ, ಸಾಮಾಜಿಕ, ರಾಜಕೀಯ ಮುಖಂಡರಾದ ಇವರು ಸರ್ವ ಧರ್ಮ ಸೌಹಾರ್ದತೆಯ ಹರಿಕಾರರು, ಶಿಕ್ಷಣ ಪ್ರೇಮಿಯು, ಕೊಡುಗೈ ದಾನಿಯು, ಯುವಕರಿಗೆ ಆದರ್ಶಪ್ರಾಯರೂ ಆಗಿದ್ದಾರೆ. ಇವರ ಸೇವೆಯನ್ನು ಪರಿಗಣಿಸಿ ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ಕೋಡಿಜಾಲ್ ಹಾಗೂ ದಮಾಮ್ ಘಟಕದ ವತಿಯಿಂದ ಸನ್ಮಾನಿಸಲು ನಾವು ಹೆಮ್ಮೆ ಪಡುತ್ತಿದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಿಕೊಡಬೇಕಾಗಿ ಮಾನ್ಯ ಸಭಾಧ್ಯಕ್ಷರಲ್ಲಿ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಧನ್ಯವಾದಗಳು ಸರ್. ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಅಂಗವಾಗಿ ನಮ್ಮ ಮಸೀದಿಯಲ್ಲಿ 1 ವರ್ಷದ ಅವಧಿಗೆ ಖತೀಬರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿದಂಥ ಹಾಜಿ ಅಬ್ದುಲ್ ಖಾದರ್ ಮದನಿ ಉಸ್ತಾದರಿಗೆ, ನಮ್ಮ ಮಸೀದಿಯಲ್ಲಿ 1 ವರ್ಷದ ಅವಧಿಗೆ ಖತೀಬರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿ ತಮ್ಮ ಅವಧಿಯಲ್ಲಿ ಮಸೀದಿಗೆ ವರಮಾನ ಬರುವಂತಹ ನೂತನ ವಸತಿ ಸಮುಚ್ಚಯದ ನಿರ್ಮಾಣದ ರೂವಾರಿಯಾಗಿ ಮಸೀದಿಯ ಜಮಾತರಿಂದ ಗರಿಷ್ಠ ಮಟ್ಟದ ಧನ ಸಂಗ್ರಹ ಮಾಡಿ 2 ವರ್ಷಗಳ ಅಲ್ಪಾವಧಿಯಲ್ಲಿ ದೊಡ್ಡ ಮಟ್ಟದ ವಸತಿ ಸಮುಚ್ಚಯ ನಿರ್ಮಾಣ ಮಾಡುವ ಮೂಲಕ ಜಮಾತಿಗೆ ಉತ್ತಮ ಮಟ್ಟದ ವರಮಾನವನ್ನು ನೀಡುತ್ತಾರೆ. ಕೇವಲ 1 ವರ್ಷದ ಅವಧಿಯಲ್ಲಿ ನಮ್ಮ ಜಮಾತಿಗರು ಮರೆಯಲಾಗದಂತಹ ಕೊಡುಗೆಯನ್ನು ನೀಡಿದ್ದಾರೆ. ಹಸನ್ಮುಖಿ ಶಿಸ್ತಿನ ವ್ಯಕ್ತಿತ್ವವನ್ನು ಹೊಂದಿರುವಂತಹ ಉತ್ತಮ ವಾಗ್ಮಿಯು, ಉಲೆಮಾ ನೇತಾರರಾದಂತಹ ಹಾಜಿ ಅಬ್ದುಲ್ ಖಾದರ್ ಮದನಿ ಉಸ್ತಾದರನ್ನು ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ವತಿಯಿಂದ ಇವರ ಸೇವೆಯನ್ನು ಪರಿಗಣಿಸಿ ಸನ್ಮಾನಿಸಲು ನಾವು ಹೆಮ್ಮೆ ಪಡುತ್ತೇವೆ. ಅದೇ ರೀತಿ ಅಬ್ದುಲ್ ರಹಮಾನ್ ಕೋಡಿಜಾಲ್, ಹಾಜಿ ಸೂಫಿ ಕುಂಜಿ ಕೋಡಿಜಾಲ್ ಹಾಗೂ ಅವ್ವಮ್ಮ ಇವರ ಸುಪುತ್ರರಾದಂಥ ಅಬ್ದುಲ್ ರಹಮಾನ್ ಕೋಡಿಜಾಲ್ ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ಇದರ ಸ್ಥಾಪಕ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾಗಿ ಅಧ್ಯಕ್ಷರಾಗಿಯೂ 12 ವರ್ಷಗಳ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸಿರುತ್ತಾರೆ. ಮಸೀದಿ ಪುನರ್ನಿರ್ಮಾಣ ಸಮಿತಿಯ ಕೋಶಾಧಿಕಾರಿಯು, ಇದೀಗ ಪ್ರಸ್ತುತ ರಿಫಾಯ್ ಜುಮಾ ಮಸೀದಿ ಕೋಡಿಜಾಲ್ ಇದರ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾಗಿಯೂ ಕರ್ನಾಟಕ ಸರ್ಕಾರದಿಂದ ಪ್ರತಿಷ್ಠಿತ ರಾಜ್ಯ ವಕಫ್ ಮಂಡಳಿ ನಿರ್ದೇಶಕರಾಗಿ ಆಯ್ಕೆಗೊಂಡಿದ್ದಾರೆ. ಮಸೀದಿಗೆ 10 ಲಕ್ಷಕ್ಕೂ ಅಧಿಕ ಅನುದಾನವನ್ನು ವಾಗ್ದಾನ ಕೂಡ ಮಾಡಿರುತ್ತಾರೆ. ಇವರ ಸೇವೆಯನ್ನು ಪರಿಶೀಲಿಸಿ ಇವರಿಗೆ ಕೂಡ ಸನ್ಮಾನವನ್ನು ಕಾರ್ಯಕ್ರಮವನ್ನು ನೆರವೇರಿಸುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ದಮಾಮ್ ಘಟಕ ನಮ್ಮ ಮಸೀದಿಯ ವಸತಿ ಸಮುಚ್ಚಯ ನಿರ್ಮಾಣಕ್ಕೆ ಹಾಗೂ ಮಸೀದಿಯ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಎಲ್ಲ ಸಂದರ್ಭಗಳಲ್ಲಿಯೂ ಉತ್ತಮ ಮೊತ್ತವನ್ನು ನೀಡಿ ನಮಗೆ ಬೆನ್ನೆಲುಬಾಗಿ ನಿಂತಂಥವರು ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ದಮಾಮ್ ಘಟಕದವರು ತಮಗೆ ತಮ್ಮದೇ ಆದಂತಹ ಕೊಡುಗೆಯನ್ನು ನೀಡಿದ್ದಾರೆ. ಅಲ್ಲದೆ 10 ಲಕ್ಷಕ್ಕೂ ಅಧಿಕ ಮೊತ್ತವನ್ನು ಕಟ್ಟಡ ನಿರ್ಮಾಣಕ್ಕಾಗಿ ಹಾಗೂ ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕಾಗಿ ಮಕ್ಕಳ ಪ್ರೈಸ್ ವಿತರಣೆಗೆ ಸುಮಾರು 50,000 ವೆಚ್ಚವನ್ನು ಕೂಡ ನೀಡಿದ್ದಾರೆ. ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ಇದರ ಮಾಜಿ ಅಧ್ಯಕ್ಷರಾದಂತಹ ಅನ್ವರ್ KMK ಅವರು ಅವರ ಪ್ರತಿನಿಧಿಯಾಗಿ ಸನ್ಮಾನಿಸುತ್ತಿದ್ದೇವೆ. ಇಬ್ರಾಹಿಂ KMK ಅವರು ವೇದಿಕೆಗೆ ಆಗಮಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಇಬ್ರಾಹಿಂ KMK, ಅನ್ವರ್ KMK ಅದೇ ರೀತಿ ಮಸೀದಿ ವಸತಿ ಸಮುಚ್ಚಯದ ಆರ್ಕಿಟೆಕ್ಟ್, ಡಿಸೈನರ್ ಆದಂಥ ಯುವ ಉದ್ಯಮಿ, ಕೊಡುಗೈ ದಾನಿಯೂ ಆದಂಥ ಯಾವುದೇ ಫಲಾಪೇಕ್ಷೆ ಇಲ್ಲದೆ ಕಟ್ಟಡ ನಿರ್ಮಾಣಕ್ಕೆ ನಿಸ್ವಾರ್ಥ ಸೇವೆಗೈದಂಥ ಅಬ್ದುಲ್ ಅಜೀಜ್ KI ಕನ್ಸ್ಟ್ರಕ್ಷನ್ ಇವರು ವೇದಿಕೆ ಬಂದು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅಜೀಜ್ KI ಇಂಜಿನಿಯರ್ ಅಜೀಜ್ KI ಅವರು. ಹಾಗೆ ಅಸೈನಾರ್ ಕೋನಾಜೆ ಬಿಲ್ಡಿಂಗ್ ಕಾಂಟ್ರಾಕ್ಟರ್ ಕ್ಲಪ್ತ ಸಮಯಕ್ಕೆ ಕಟ್ಟಡ ಕೆಲಸವನ್ನು ಪೂರ್ಣ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಇವರನ್ನು ಕೂಡ ಈ ವೇದಿಕೆಯಲ್ಲಿ ಸನ್ಮಾನಿಸಲಿದ್ದೇವೆ.
ಅಸೈನರ್ ಕೋನಾಜೆ, ಬಿಲ್ಡಿಂಗ್ ಕಾಂಟ್ರಾಕ್ಟರ್. ಅದೇ ರೀತಿ ರಜಾಕ್ ಕಂಗೈತಲು, ಇಲೆಕ್ಟ್ರಿಷಿಯನ್. ಕ್ಲಬ್ದ ಸಮಯಕ್ಕೆ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಎಲೆಕ್ಟ್ರಿಕಲ್ ಕೆಲಸವನ್ನು ಪೂರ್ಣ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ ರಜಾಕ್ ಕಂಗೈತಲು. ರಜಾಕ್ ರವರು ವೇದಿಕೆ ಬಂದು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದಾರೆ. ಹಾಗೆ ಇಬ್ರಾಹಿಂ KM ಗ್ರೀನ್ಲ್ಯಾಂಡ್ ಸುಸಜ್ಜಿತವಾದಂತಹ ವಸತಿ ಸಮುಚ್ಚಯ ನಿರ್ಮಾಣದಲ್ಲಿ ಕ್ರಿಯಾಶೀಲವಾಗಿ ಕೆಲಸ ಮಾಡಿದಂಥವರು, ನಿರ್ಮಾಣದಲ್ಲಿ ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸಿರುತ್ತಾರೆ. ಹಗಲಿರುಳೆನ್ನದೆ ನಿಸ್ವಾರ್ಥವಾಗಿ ತನ್ನ ಸ್ವಂತ ಕೆಲಸವನ್ನು ಬದಿಗಿಟ್ಟು ಕಟ್ಟಡ ನಿರ್ಮಾಣ ಸಮಿತಿ ಸದಸ್ಯರಾದ ಇವರು ಕೇವಲ ಮಸೀದಿಗೆ ವರಮಾನ ಮಾತ್ರವನ್ನು ನೋಡದೆ ಆಧುನಿಕ ವೈಶಿಷ್ಟ್ಯಗಳುಳ್ಳ ಸುಸಜ್ಜಿತ ಸೌಕರ್ಯಗಳನ್ನು ನಿರ್ಮಿಸಿ ಎಲ್ಲರ ಮನಗೆದ್ದಿದ್ದಾರೆ. ಇವರಿಗೆ ಖಿದ್ಮತುಲ್ ಇಸ್ಲಾಂ ಅಸೋಸಿಯೇಷನ್ ಕೋಡಿಜಾಲ್ ಹಾಗೂ ದಮಾಮ್ ಘಟಕದ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಈ ವೇದಿಕೆಯಲ್ಲಿ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸುತ್ತಾರೆ. ಅದೇ ರೀತಿ ಕಟ್ಟಡ ಹೊಸ ಸಮುಚ್ಚಯ ನಿರ್ಮಾಣ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದಂತಹ ಹಾಜಿ ಉಸ್ಮಾನ್ ಕೊಳ ಇವರು ಕೂಡ ವೇದಿಕೆಯಲ್ಲಿ ಇದ್ದಾರೆ. ಇವರನ್ನು ಕೂಡ ಈ ವೇದಿಕೆಯಲ್ಲಿ ಸನ್ಮಾನಿಸಲಿದ್ದೇವೆ. ಹಾಜಿ ಉಸ್ಮಾನ್ ಕೊಳ ಅಧ್ಯಕ್ಷರು, ವಸತಿ ಸಮುಚ್ಚಯ ನಿರ್ಮಾಣ ಸಮಿತಿ. ಧನ್ಯವಾದಗಳು. ಮುಂದಿನದಾಗಿ ಸಾಲಿನ SSLC, PUC ಹಾಗೂ ಡಿಗ್ರಿ ಪರೀಕ್ಷೆಗಳಲ್ಲಿ ಅತ್ಯುತ್ತಮ ಅಂಕಗಳನ್ನು ಪಡೆದು ಉತ್ತೀರ್ಣರಾದ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ನೀಡುವ ಪುರಸ್ಕಾರ. ಮೊದಲನೇದಾಗಿ ಹಿಫಾಮ್ ಮರಿಯಂ ಮತ್ತು ಮಿಸ್ರಿಯಾ, ಡಾಕ್ಟರ್ ಆಫ್ ಸೂಫಿ ಇಬ್ರಾಹಿಂ ಕೋಡಿಜಾಲ್ ಹಾಗೂ ನೆಬಿಸಾ ಅವರ ಪುತ್ರಿ. PUC ಪರೀಕ್ಷೆಯಲ್ಲಿ 91% ಡಿಸ್ಟಿಂಕ್ಷನ್ ಪಡೆದು ಅತ್ಯುತ್ತಮ ಶ್ರೇಣಿಯಲ್ಲಿ ಅವರ ಪರವಾಗಿ ಅವರ ಮನೆಯವರು ಬಂದು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಮುಂದಿನದು ಫಾತಿಮಾ ಅಮ್ನಾ ಸಲೀಹಾ, ಡಾಕ್ಟರ್ ಆಫ್ ಅಮೀರ್ ಹುಸೇನ್ ಕೋಡಿಜಾಲ್ ಹಾಗೂ ಹಫ್ಸಾ ಅವರ ಪುತ್ರಿ. ಅವರು PUC ಪರೀಕ್ಷೆಯಲ್ಲಿ ಅತ್ಯುತ್ತಮ ಅಂಕ ಪಡೆದು ಅಮ್ನಾ ಸಲೀಹಾ, ಡಾಕ್ಟರ್ ಆಫ್ ಅಮೀರ್ ಹುಸೇನ್ ಕೋಡಿಜಾಲ್ ಹಾಗೂ ಹಫ್ಸಾ ಅವರ ಪುತ್ರಿ. ಅವರು PUC ಪರೀಕ್ಷೆಯಲ್ಲಿ ಉತ್ತಮ ಅಂಕ ಪಡೆದು ಉತ್ತೀರ್ಣರಾಗಿರುತ್ತಾರೆ. ಅವರಿಗೆ ನಮ್ಮ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ವಿಧಾನಸಭಾಧ್ಯಕ್ಷರಾದ UT ಖಾದರ್ ಸರ್ ಅವರು ಗೌರವಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಮುಂದಿನದಾಗಿ ಫಾತಿಮತು ತೊಯ್ಬಾ ಬಾನು, ಡಾಕ್ಟರ್ ಆಫ್ ಅಬ್ದುಲ್ ರಜಾಕ್ ಹಾಗೂ ಸಕೀನಾ. ಕಳೆದ ಬಾರಿನ SSLC ಪರೀಕ್ಷೆಯಲ್ಲಿ ಅತ್ಯುತ್ತಮ ಅಂಕ ಪಡೆದು ಉತ್ತೀರ್ಣರಾಗಿದ್ದಾರೆ. ಅವರಿಗೆ ನಮ್ಮ ವಿಧಾನಸಭಾಧ್ಯಕ್ಷರು ಗೌರವಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಫಾತಿಮತು ತೊಯ್ಬಾ ಬಾನು. ಮುಂದಿನದಾಗಿ ಶಾಹಿಕ್ ಸಲೀಂ ಬಾಬಾ, ಸನ್ ಆಫ್ ಮೊಹಮ್ಮದ್ ಸಲೀಂ ಹಾಗೂ ಶುಕ್ರಿಯಾ, ಗ್ರ್ಯಾಂಡ್ ಸನ್ ಆಫ್ ಇಸ್ಮಾಯಿಲ್ ಕೋಡಿಜಾಲ್. ಅವರು SSLC ಪರೀಕ್ಷೆಯಲ್ಲಿ 91% ಅಂಕ ಪಡೆದು ಉತ್ತೀರ್ಣರಾಗಿದ್ದಾರೆ. ಅವರಿಗೆ ನಮ್ಮ ವಿಧಾನಸಭಾಧ್ಯಕ್ಷರು ಗೌರವಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಶಾಹಿಕ್ ಸಲೀಂ ಬಾಬಾ ಅವರ ಮನೆಯವರು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಮರಿಯಮ್ಮತ್ ಈದಾ, ಡಾಕ್ಟರ್ ಆಫ್ ಮೊಹಮ್ಮದ್ ಹಾಗೂ ಕಮರುನಿಸಾ, ಗ್ರ್ಯಾಂಡ್ ಡಾಕ್ಟರ್ ಆಫ್ ಇಸ್ಮಾಯಿಲ್ ಗುಂಡ್ಯಾ ಅವರ ಪರವಾಗಿ ನಮ್ಮ ಮಸೀದಿಯ ಕಾರ್ಯದರ್ಶಿಯಾದ ಮಸೂದ್ ಗುಂಡ್ಯಾ ಅವರು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಹನೀನಾ, ಡಾಕ್ಟರ್ ಆಫ್ ಅಬ್ದುಲ್ ಹಜೀಜ್ ಹಾಗೂ ಸೈನಾಜ್ ಅವರು ಕಳೆದ ಬಾರಿನ PUC ಪರೀಕ್ಷೆಯಲ್ಲಿ ಅತ್ಯುತ್ತಮ ಅಂಕ ಪಡೆದು ಉತ್ತೀರ್ಣರಾಗಿದ್ದಾರೆ. ಅವರಿಗೆ ವಿಧಾನಸಭಾಧ್ಯಕ್ಷರು ಗೌರವಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ.
ಬುಷ್ರಾ ಅಹ್ಮದ್ ಬಾವಾ ಹಾಗೂ ನಬಿಸಾ ಅವರ ಪುತ್ರಿ SLC ಪರೀಕ್ಷೆಯಲ್ಲಿ ಉತ್ತಮ ಅಂಕ ಪಡೆದು ಉತ್ತೀರ್ಣರಾಗಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಮ್ಮ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ವಿಧಾನಸಭಾಧ್ಯಕ್ಷರಾದ UT ಖಾದರ್ ಅವರು ಗೌರವಿಸಬೇಕಾಗಿ ಹೇಳಿಕೊಳ್ತಾ ಪ್ರಶಸ್ತಿಗಳನ್ನು ಸ್ವೀಕರಿಸಿದ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳಿಗೂ ಧನ್ಯವಾದಗಳು. ಎಲ್ಲರ ನೆಚ್ಚಿನ ನಾಯಕರಾದಂಥ ನಮ್ಮ ವಿಧಾನಸಭಾ ಸ್ಪೀಕರ್ UT ಖಾದರ್ ಅವರು ಮಾತಾಡ್ತಾರೆ. रिफाई जुम्मा मस्जिद कोड़ीजाल, खिदमतुल इस्लाम एसोसिएशन कोड़ीजाल, खिदमतुल इस्लाम एसोसिएशन KSA ಮತ್ತು ಅಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಕೋಡಿಜಾಲ್ ಇದರ ಸಹಭಾಗಿತ್ವದಲ್ಲಿ ವಿಶ್ವ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅವರ ಜನ್ಮದಿನಾಚರಣೆ ಪ್ರಯುಕ್ತವಾಗಿ ಏರ್ಪಡಿಸಲ್ಪಟ್ಟಂತಹ ಈದ್ ಮಿಲಾದ್ ಆಚರಣೆಯ ಈ ಒಂದು ಅರ್ಥಪೂರ್ಣ ಮತ್ತು ಸುಂದರ ಸಮಾರಂಭದ ಸಭಾವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವಂತಹ ನಮಗೆ ಅತ್ಯಂತ ಗೌರವಿತರು, ನಮಗೆ ಹಿರಿಯರಾಗಿರುವಂತಹ ಪವಿತ್ರವಾದ ಜುಮ್ಮಸ್ ಅಧ್ಯಕ್ಷ ಅಂತ ಹಾಜಿ ಇಬ್ರಾಹಿಂ ಕೋಡಿಜಾಲ್ ಅಕ್ಕನವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತಂತಹ ಜುಮ್ಮಾ ಮಸೀದ ಖತೀಬರಾಗಿದ್ದಂತಹ ಬಹುಮಾನದ ಯೂಸಫ್ ಸವಾದ್ ಫೈಜೀರವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತಂತಹ ಗೌರವಿತ ಹಿರಿಯರಾಗಿರುವಂತಹ ಹಾಜಿ ಮೊಹಮ್ಮದ್ ಕೋಡಿಜಾಲ್ ಅವರೇ, ಅದೇ ಅತ್ಯಂತ ಗೌರವಿತರು ಹಿರಿಯ ಮೊಹಮ್ಮದ್ ಅಜ್ಜೀರವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತಂತಹ ಬಹುಮಾನದ ಹಾಜಿ ಅಬ್ದುಲ್ ಖಾದರ್ ಮದನಿರವರೇ, ಉಮರ್ ಸಹದೀರವರೇ, ಅದೇ ರೀತಿ ಅತ್ಯಂತ ಗೌರವಿತರಾಗಿರುವಂತಹ ಹಿರಿಯ BS ಹಸನಬ್ಬನವರೇ, ಅಬ್ದುಲ್ ಖಾದರ್ ಅಜೀರವರೇ, ಇಬ್ರಾಹಿಂ ಮುಸ್ಲಿಯಾರವರೇ, ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಕೋಡಿಜಾಲ್ ಅವರೇ, ಉಸ್ಮಾನ್ ಅಜೀರವರೇ, ಫಾರೂಕ್ ಇರ್ಫಾನಿರವರೇ, ಸೂಫಿ ಕುಂಜಿ ಕೋಡಿಜಾಲ್ ಅವರೇ, ಮಸೂದ್ ಗುಂಡ್ಯಾರವರೇ, ಅಮೀರ್ ಕೋಡಿಜಾಲ್ ಅವರೇ, AK ರಹಮಾನ್ ರವರೇ, ಅಚ್ಯುತ ಗಟ್ಟೀರವರೇ, ಅಶ್ರಫ್ ರವರೇ, ಶರೀಫ್ ರವರೇ, ಇಸ್ಮಾಯಿಲ್ ಅವರೇ, ಇನ್ನಿತ ಎಲ್ಲ ನಮ್ಮ ಉಸ್ಮಾನ್ ಅಕ್ಕನವರೇ, ವೇದಿಕೆ ಮೇಲೆಲ್ಲ ನಮ್ಮ ಹಿರಿಯ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳೇ, ಸೋದರರೇ, ಜುಮ್ಮಾ ಮಸೀದಿಯ ಮತ್ತು ವಿವಿಧ ಸಂಘ ಸಂಸ್ಥೆಗಳ ಅಧ್ಯಕ್ಷ ಪದಾಧಿಕಾರಿ ವರ್ಗದವರೇ, ಮುಂದಿನ ಉಲೇಮಾಗಲೇ, ಉಮ್ಮರಾಕಲೇ, ಸೋದರ ಆತ್ಮ ಮಿತ್ರರೇ, ಸರ್ವರಿಗೂ ಕೂಡ ಮಿಲಾದ್ ಹಬ್ಬದ ಶುಭಾಶಯ ಸಲ್ಲಿಸಿಕೊಂಡು ಅತ್ಯಂತ ಸಂತೋಷವಾಗ್ತಿದೆ. ಪವಿತ್ರವಾದ ಕೋಡಿಜಾಲ್ ಜುಮ್ಮಾ ಮಸೀದಿಯ ಸನ್ನಿಧಿಯಲ್ಲಿ ನಡೆಯುತ್ತ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕೆ. ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಇಲ್ಲಿಗೆ ಬಂದು ನಿಂತು ನಿಮ್ಮ ಜೊತೆ ಸೇರಿಕೆ ಅಲ್ಲಾಹ್ ತಾಲಾ ನನಗೆ ಅದು ಅವಕಾಶ ಕೊಟ್ಟ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರ ದುವನ್ನು ನಾನು ಇವತ್ತು ಕೇಳಿಕೊಂಡು, ಬಹುಶಃ ಇವತ್ತು ನಾವೆಲ್ಲರೂ ಕೂಡ ವಿಶ್ವಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅವರ ಜನ್ಮದಿನಾಚರಣೆ ವಿಶ್ವದಾದ್ಯಂತ ಇವತ್ತು ಆಚರಣೆ ಮಾಡ್ತಿದ್ದೆ. ಯಾಕಂತ ಹೇಳಿದರೆ ಬಹುಶಃ ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ತಮ್ಮ ಅತ್ಯುತ್ತಮವಾದ ವ್ಯಕ್ತಿತ್ವ ರೂಪಿಸಿಕೊಂಡು ಸರ್ವ ಜನರಿಗೆ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗಿ ಅಲ್ಲಾಹ್ ತಾಲಾ ಪ್ರೀತಿಗೆ ಪಾತ್ರ ಅವಕಾಶ ಇವತ್ತು ವಿಶ್ವಪ್ರವಾದಿ ಅವರು ಕೊಟ್ಟಂಥ ದೊಡ್ಡ ಮಟ್ಟದ ಸಂದೇಶ ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಇದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಆದ ಕಾರಣ ನಾನು ಇದರ ಬಗ್ಗೆ ನನಗಿಂತಲೂ ಜಾಸ್ತಿ ನಿಮಗೆ ಭಾಳ ಚೆನ್ನಾಗಿ ಇವತ್ತು ಗೊತ್ತಿದೆ. ನಾನಿವತ್ತು ಬಹುಶಃ ಹೇಳಿದಷ್ಟೇ, ನಮಗೆ ಎಲ್ಲ ಉಚ್ಚಾರ 100ಕ್ಕೂ 100 ಕೂಡ ಎಲ್ಲ ಸಂದೇಶ ಪಾಲಿಸಲಿಕ್ಕೆ ನಮ್ಮಿಂದ ಅನ್ನೋದು ಸಾಧ್ಯ ಇಲ್ಲ. ಕಿಂಚಿತ್ತ ಅದು ಕೂಡ ಪಾಲಿಸುವಂಥ ಕೆಲಸ ನಾವು ಮಾಡಬೇಕು. ನಾವು ಬಹುಶಃ ಯಾವ ರೀತಿ ಆಚರಣೆ ಮಾಡ್ತೇವೆ ಅದೇ ರೀತಿ ವರ್ಷಕ್ಕೆ ಒಂದು ವ್ಯಕ್ತಿತ್ವ ನಾವು ಮೇಲ್ಗೂಡಿಸಿಕೊಂಡು ಬಂದರೆ, ಬಹುಶಃ ವರ್ಷಕ್ಕೆ ಒಂದು ವ್ಯಕ್ತಿತ್ವ ಮೈಗೂಡಿಸಿಕೊಂಡು ಬಂದರೆ 10-15 ವರ್ಷಗಳಲ್ಲಿ ನಮ್ಮಷ್ಟು ಜನರಿಗೆ ಪ್ರೀತಿಗೆ ಪಾತ್ರ ವ್ಯಕ್ತಿತ್ವ ಬೇರೊಂದು ಸಿಗಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಆದರೆ ಹಲವಾರು ಬಹುಶಃ ಇವತ್ತು ನಮ್ಮ ವ್ಯಕ್ತಿತ್ವ ರೂಪಿಸಿಕೊಳ್ಳಲಿಕ್ಕೆ ಬೇಕಾಗಿ ಹಲವಾರು ವಿಚಾರ ಹೇಳಿದಾಗ ನಾನು ಯಾವ ಹೇಳ್ತಾ ಇರ್ತೇನೆ, ತಾಳ್ಮೆಗೆ ವಿಶೇಷವಾದ ಶಕ್ತಿ ಇದೆ. ಅದಕ್ಕೆ ವಿಶ್ವಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅವತ್ತಿನ ಕಾಲದಲ್ಲಿ ಸಬೂರಿಗೆ ವಿಶೇಷವಾದ ಮಹತ್ವವನ್ನು ಕೊಟ್ಟಿದ್ದರು. ಆದ ಕಾರಣ ಬಹುಶಃ ನಾವೆಲ್ಲರೂ ಕೂಡ ಯಾವುದೇ ಸಮಸ್ಯೆ ಬರಲಿ, ಏನೇ ಬರಲಿ, ಯಾವುದೇ ವಿಚಾರ ಇರಲಿ, ಅತ್ಯಂತ ತಾಳ್ಮೆಯಿಂದ ಅದನ್ನು ಸ್ವೀಕರಿಸಿಕೊಂಡು ಸಮಾಧಾನದಿಂದ ಆಲೋಚನೆ ಮಾಡಿಕೊಂಡು ನಾವೆಲ್ಲರೂ ಕೂಡ ಮುಂದೆ ಹೋಗುವಂಥ ವಿಚಾರ ಇವತ್ತು ಆಗಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಯಾರಿಗೆ ತಾಳ್ಮೆ ಮತ್ತು ಸಬೂರಿದೆಯ ಅವರು ಯಶಸ್ಸನ್ನು ಯಾರನ್ನೂ ನಿಭಾಯಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಅದಕ್ಕೆ ಇಂಥ ಹಲವಾರು ಬೇರೆ ಬೇರೆ ಆದರ್ಶಗಳು ನಮ್ಮ ಜೀವನಕ್ಕೆ ಒಂದು ದೊಡ್ಡ ಮಟ್ಟದ ವ್ಯಕ್ತಿತ್ವ ರೂಪಿಸಿಕೊಳ್ಳೋ ಅವಕಾಶ ಆಗಲಿ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಹೇಳಿಕೊಂಡು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಬಹುಶಃ ನಿಮ್ಮ ಜುಮ್ಮಾ ಮಸೀದಿ ನೀವು ಏರ್ಪಾಡು ಮಾಡ್ತಿರೋದು ಅದು ಒಂದು ದಿವಸದ ಮಿಲಾದ್ ಕಾರ್ಯಕ್ರಮ ಮಾತ್ರ ಅಲ್ಲ. ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಮುಖ್ಯ ಗುರಿ ಅಂತ ಹೇಳಿದರೆ
ನಮ್ಮ ಸಮುದಾಯದ ಮತ್ತು ಸಮಾಜದ ಸಂಸ್ಕೃತಿ, ಪರಂಪರೆ, ಇತಿಹಾಸ, ವಿಶ್ವ ಪ್ರವಾದಿಯವರ ವ್ಯಕ್ತಿತ್ವವನ್ನು ಯುವ ಪೀಳಿಗೆ ಮತ್ತು ಮುಂದಿನ ಜನಾಂಗಕ್ಕೆ ವರ್ಗಾಯಿಸುವಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ ಅಂತ ಕೂಡ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಹಲವಾರು ವಿಚಾರಗಳು ಬಹುಶಃ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಮತ್ತು ಮುಂದಿನ ಜನಾಂಗಕ್ಕೆ ವರ್ಗಾಯಿಸುವಂಥ ಒಂದು ಅರ್ಥಪೂರ್ಣವಾದ ಕಾರ್ಯಕ್ರಮ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಅದಕ್ಕೆ ನಿಮ್ಮನ್ನು ಅಭಿನಂದಿಸಿ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅತ್ಯಂತ ಗೌರವ ಇಬ್ರಾಹಿಂ ಕೋಡಿಜಾಲ್ ಅವರು, ನಮ್ಮ ಮದನಿ ಉಸ್ತಾದ್ ಅವರು ಇಂತೆಲ್ಲ ತಾವು ಗೌರವಿಸಿದ್ದೀರಿ. ಬಹುಶಃ ನಾನು ಹೇಳಿದಿಷ್ಟೇ, ಬಹುಶಃ ಇಬ್ರಾಹಿಂ ಕೋಡಿಜಾಲ್ ಅವರ ದೀರ್ಘಕಾಲ ವ್ಯಕ್ತಿತ್ವ ನಮಗೆಲ್ಲ ಅತ್ಯಂತ ಗೌರವ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅವರ ದೀರ್ಘಕಾಲದ ಧಾರ್ಮಿಕ, ಸಾಮಾಜಿಕ, ರಾಜ್ಯಕ್ಕೆ, ಶೈಕ್ಷಣಿಕ ಅವರ ಚಟುವಟಿಕೆಯಲ್ಲಿ ಒಂದು ಕಪ್ಪು ಚುಕ್ಕೆ ಇಲ್ಲದೆ ಇನ್ನೂ ಕೂಡ ಆ ಗೌರವ ಉಳಿಸಿಕೊಂಡು ಬಂದದ್ದು ಅದು ಇಡೀ ಕೊಣಾಜೆ ಮತ್ತು ಕೋಡಿಜಾಲ್ಗಿರುವಂಥ ಗೌರವ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥ. ಅದಕ್ಕೆ ನಾನು ಯುವ ಜನಾಂಗ ಅದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡು ಅದನ್ನು ಮೇಗೂಡಿಸಿಕೊಂಡು ಹೋಗುವಂಥ ವಿಚಾರ ಇವತ್ತು ಆಗಬೇಕು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸ್ತೇನೆ. ಅದಕ್ಕಾಗಿ ಎಲ್ಲ ಹಿರಿಯರು ನಾನು ಇವತ್ತು ಅಭಿನಂದಿಸಿಕೊಂಡು, ವಿದ್ಯಾರ್ಥಿನಿಯ ಬಹುಶಃ ತಾವೆಲ್ಲ ಪ್ರಶಸ್ತಿ ಇವತ್ತು ಪಡ್ಕೊಂಡಿದ್ದೀರಿ. ನಿಮ್ಮನ್ನೊಂದು ಪ್ರೇರಣೆಯಾಗಿ ಇವತ್ತು ನಿಮಗೆ ವಿಶೇಷವಾದ ಅವಕಾಶ ಕೊಟ್ಟಿದ್ದಾರೆ. ತಾವು ಇನ್ನಷ್ಟು ದೊಡ್ಡ ಸ್ಥಾನಕ್ಕೆ ಹೋಗಿ ಬೇರೆಯವರಿಗೂ ನೀವು ಪ್ರೇರಣೆ ಆಗುವಂಥ ವಿಚಾರ ಇವತ್ತು ಆಗಲಿ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಇವತ್ತಿನ ಆ ಪ್ರಶಸ್ತಿ ಕೊಡುವಾಗ ನೋಡಿದೆ, ಬಹುತೇಕ ಎಲ್ಲ ನಮ್ಮ ಸಹೋದರಿ ಹುಡುಗಿಯರಿಗೆ ಮಾರ್ಕ್ ಬರ್ತದಲ್ಲದೆ ಹುಡುಗರು ಬಹಳ ಕಡಿಮೆ ಸಂಖ್ಯೆಯಲ್ಲಿದ್ದ ಕೆಲಸ ಇವತ್ತು ಆಗ್ತದೆ. ಅದಕ್ಕೆ ನಮ್ಮ ಮುಂದಿನ ದಿನದಲ್ಲಿ ಒಂದು ಹುಡುಗರ ಚಾಲೆಂಜ್ ಆಗಿ ತಗೊಂಡು ನೀವು ಕೂಡ ಅತ್ಯುತ್ತಮವಾದ ಮಾರ್ಕ್ ಇವತ್ತು ತಗೊಳ್ಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಇವತ್ತು ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಅವರು, ಇಬ್ರಾಹಿಂ ಕೋಡಿಜಾಲ್ ರೆಹಮಾನ್, ರೆಹಮಾನ್ ಬಲ ಬರಲೇಬೇಕಂತ ನನ್ನ ಕರೆದಿದ್ರು ಇವತ್ತು. ಯಾಕೆಂತ ಹೇಳಿದರೆ, ಒಂದು ನಾನು ಶಾಸಕನಾಗಿದ್ದೆ, ಈ ಶಿಷ್ಯದ ಮಂತ್ರಿಯಾಗಿದ್ದೆ, ಇದೀಗ ಸಭಾಧ್ಯಕ್ಷನಾಗಿದ್ದೇನೆ. ಇದಕ್ಕಿಂತ ಜಾಸ್ತಿ ನನ್ನನ್ನು ಯಾಕೆ ಕರೆದಿದ್ದಾರೆ? ಯಾಕೆಂತ ಹೇಳಿದರೆ 30-35 ವರ್ಷಗಳ ಹಿಂದೆ ನಿಮ್ಮಾಗೆ ನಾನು ಕೂಡ ಇಂಥ ಮಿಲಾದ್ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಆ ಕಡೆಯದಾಗಿ ಕೂತ್ಕೊಂಡು ಬೇರೆ ನಮ್ಮ ಉಲೇಮಾಗಳ ಉಮ್ಮರಕಲ ಮಾತುಗಳನ್ನು ಕೇಳ್ತಾ ಇದ್ದೆ. 35-40 ವರ್ಷಗಳ ಹಿಂದೆ ನಿಮ್ಮಾಗೆ ಮಸೀದಿಯಲ್ಲಿ ಕಡೆ ಸೀಟಲ್ಲಿ ಕೂತ್ಕೊಂಡು ಬೇರೆಯವರ ಮಾತನ್ನು ಕೇಳ್ತಂದ ಯುಟಿ ಖಾದರ್ ಇದೀಗ ಈ ರಾಜ್ಯದ ವಿಧಾನಸಭಾ ಅಧ್ಯಕ್ಷ ಸ್ಥಾನಕ್ಕೆ ಹೋಗುವುದಾದರೆ ಅದು ಯುಟಿ ಖಾದರ್ ಮಾತ್ರ ಅಲ್ಲ, ನಿಮ್ಗೆಲ್ಲರಿಗೂ ಕೂಡ ಅಲ್ಲಾಹ್ ತಾಲಾ ಶಕ್ತಿ ಕೊಟ್ಟಿದ್ದಾನೆ, ಅದಕ್ಕೆ ಅವಕಾಶ ಕೊಟ್ಟಿದ್ದಾನೆ. ನೀವೆಲ್ಲರೂ ಕೂಡ ದೊಡ್ಡ ಸ್ಥಾನಕ್ಕೆ ಹೋಗಬೇಕು. ನೀವು ಬಹುಶಃ ನಮ್ಮನ್ನು ನೋಡಿ ಆನಂದಿಸೋದು ಮಾತ್ರ ಅಲ್ಲ, ಇದಕ್ಕಿಂತ ನಮ್ಗಿಂತ ದೊಡ್ಡ ಸ್ಥಾನಕ್ಕೆ ಹೋಗುವಂತ ದೊಡ್ಡ ಮಟ್ಟದ ವ್ಯಕ್ತಿತ್ವ ತಾವೆಲ್ಲ ರೂಪಿಸ್ಕೊಳ್ಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅದಕ್ಕಾಗಿ ನಮ್ಮೊಂದು ಪ್ರೇರಣೆಯಾಗಿ ಬಹುಶಃ ನಿಮ್ಮ ಮುಂದೆ ನಿಲ್ಲಿಸಿದ್ದಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಅದಕ್ಕಾಗಿ ನಿಮಗೆಲ್ಲ ನನ್ನ ವಿಶೇಷ ಅಭಿನಂದನೆ ನಾನು ಇವತ್ತು ಸಲ್ಲಿಸಿಕೊಂಡು ಈ ಪ್ರದೇಶದ ಅಭಿವೃದ್ಧಿಗೆ ಸಂಬಂಧಪಟ್ಟಾಗೆ ಯಾವುದೆಲ್ಲ ವಿಚಾರ ಹೇಳಿದ್ದೇನೆ, ಬಹುಶಃ ಆದಷ್ಟು ಬೇಗನೆ ಎಲ್ಲ ಕೆಲಸವನ್ನು ಖಂಡಿತವಾಗಿ ನಾನು ಪ್ರಾರಂಭ ಮಾಡ್ತೇನೆ. ಅದಕ್ಕಾಗಿ ನಿಮ್ಮೆಲ್ಲ ದುವಾ, ಆಶೀರ್ವಾದ ಸಾಕು. ವೇದಿಕೆಯಲ್ಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಗಣ್ಯರೇ, ಎಲ್ಲ ಮುಂಭಾಗದಲ್ಲಿರ್ತಕ್ಕಂಥ ಸಹೋದರ ಸಹೋದರಿ ಬಂಧುಗಳೇ, ಮುದ್ದಿನ ವಿದ್ಯಾರ್ಥಿನಿಯರೇ, ಒಬ್ಬ ಶಾಸಕ ಹೇಗಿರಬೇಕು ಅಂತ ಕೇಳಿದರೆ ನಾವು ಉದಾಹರಣೆ ಕೊಡುವುದು ಯುಟಿ ಖಾದರ್ ಅವರ ಹಾಗೆ ಈಗ ಒಬ್ಬ ಸ್ಪೀಕರ್ ಹೇಗಿರ್ಬೇಕಂತ ಕೇಳುವ ಪ್ರಶ್ನೆ ಕೂಡ ಉತ್ತರ ಯುಟಿ ಖಾದರ್ ಹಾಗೆ ಇರಬೇಕೆಂಬುದನ್ನ ಅವರು ನಮಗೆ ತೋರಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ರಾಜಕೀಯವಾಗಿ ನನಗಿಂತ ಬಹಳ ಹಿರಿಯರಾದರೂ ಕೂಡ ಅವರಿಗೆ ಸಿಕ್ಕಿದ ಅವಕಾಶಗಳನ್ನೆಲ್ಲ ಬಹಳ ಯಶಸ್ವಿಯಾಗಿ ಮಾಡಿ ಶಾಸಕರಾಗಿ ಎಲ್ಲ ಧರ್ಮದವರನ್ನು, ಎಲ್ಲ ವರ್ಗದವರನ್ನು ಸಮಾನತೆಯಿಂದ ಕಂಡುಕೊಂಡು ಅವರ ಕ್ಷೇತ್ರದ ಸರ್ವತೋಮುಖ ಏಳಿಗೆಗಾಗಿ ಬಹಳಷ್ಟು ಕೊಡುಗೆಯನ್ನು ಕೊಟ್ಟ ಧೀಮಂತ ವ್ಯಕ್ತಿಯಾಗಿರ್ತಾರೆ ಸನ್ಮಾನ್ಯ ಯುಟಿ ಖಾದರ್ ಅವರ ತಂದೆ ಕೂಡ 5 ಸಲ ಸ್ಪರ್ಧೆ ಮಾಡಿ ಇಲ್ಲಿ ಶಾಸಕರಾಗಿ, ಹಾಗೆ ಆ ಬಳಿಕ ಇವತ್ತು 5 ಸಲ ಶಾಸಕರಾಗಿ ಅವರ ಸುಪುತ್ರ ಯುಟಿ ಖಾದರ್ ಅವರು ಇಲ್ಲಿ ದುಡಿದ್ದಾರೆ. ಅವರ ತಂದೆ ಮತ್ತು ಮಗನ ಸೇವೆ ಈ ಪ್ರದೇಶಕ್ಕೆ ಬಹಳಷ್ಟು ದೊಡ್ಡ ಮಟ್ಟದಲ್ಲಿ ಇದೆ. ಎಲ್ಲ ಧರ್ಮದ ಎಲ್ಲ ವರ್ಗದ ಜನ ಕೂಡ ಅವರನ್ನು ಕೊಂಡಾಡುತ್ತಾರೆ. ಹಾಗೆ ನಮ್ಮ ಈ ಜಮಾತಿಗೆ ಬೇಕಾದಂತ ಏನೆಲ್ಲ ಕೆಲಸ ನಾವು ಕೇಳಿದ್ದೆವು ಅದನ್ನ ಕೊಡುವಲ್ಲಿ ಅವರು ಯಶಸ್ವಿಯಾಗಿದ್ದಾರೆ. ಅಲ್ಲದೆ ಈ ರಸ್ತೆಗೆ ದೊಡ್ಡ ಒಂದು ಕೊಡುಗೆಯನ್ನು ನಾವು ಅವರಿಂದ ಕೇಳಿದ್ದೇವೆ. ಅವರು ಈ ಸಲ ಲಿಸ್ಟಿನಲ್ಲಿ ಅದನ್ನ ಹಾಕ್ತೇನೆ ಅಂತಕ್ಕಂಥ ಭರವಸೆಯನ್ನು ಕೂಡ ನೀಡಿದ್ದಾರೆ. ಮುಂಬರುವ ನಮ್ಮ ಏನು ಬೇಡಿಕೆ ಇದ್ದರೂ ಕೂಡ ಅದಕ್ಕೆ ಸಹಕಾರ
ನೀಡ್ತೇನೆ ಅಂತಕ್ಕಂಥ ವಾಗ್ದಾನವನ್ನು ಕೂಡ ಮಾಡಿದ್ದಾರೆ. ಆದ್ದರಿಂದ ಅವರಿಗೆ ಸರ್ವಶಕ್ತನಾದಂಥ ಅಲ್ಲಾಹು ಇಹಪರ ವಿಜಯವನ್ನು ನೀಡಲಿ ಅಂತಕ್ಕಂಥ ಪ್ರಾರ್ಥನೆಯನ್ನ ನಾವು ನೀವು ಎಲ್ಲ ಮಾಡೋಣ. ಅವರ ಯಶಸ್ಸು ಇನ್ನು ಮೇಲೆ ಹೋಗಿ ಈ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗುವ ಅವಕಾಶ ಅವರಿಗೆ ದೊರಕಲಿ ಅಂತಕ್ಕಂಥ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತೇನೆ. ಈಗ ಸನ್ಮಾನ ನಮ್ಮ ಹಿರಿಯ ಖಜಾಂಜಿಯಾದಂಥ ಮಾಮರಾಜಿ ಅವರು ಸನ್ಮಾನ ಮಾಡಿ ಗೌರವಿಸಬೇಕು. ಮಾಡಿಕೊಡ್ಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದೆ. ಯುಟಿ ಖಾದರ್ ಯುವಕರ ಕಣ್ಮಣಿ ಮಕ್ಕಳ ಒಂದು ಉತ್ಸಾಹಿ ಯುವಕರು ಕೂಡ ಅವರನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಒಂದು ಕರೆಗೆ ಹೋಗಟ್ಟು ನಮ್ಮೊಟ್ಟಿಗೆ ಇದ್ದು ಇದೀಗ ನಮ್ಮನಿಂದ ತೆರಳುತ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೆ ನಮ್ಮ ಎಲ್ಲ ಜಂಟಿ ಸಮಿತಿಯ ಪರವಾಗಿ ಎಲ್ಲರ ಪರವಾಗಿ ಅವರಿಗೆ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತೇನೆ. ഇതാ തൊട്ട് പിന്നിലായി അടുത്ത ബാരി മത്സരത്തിൽ ടീം ഗ്രീൻ ഹൗസ് ഒന്നാം സ്ഥാനിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ 15 പോയിന്റോട് കൂടി ഗ്രീൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ റെഡ് തുടക്കം തന്നെ ഗംഭീരമാണ്. അങ്ങനെ തന്നെ തുടരുമെന്ന വാശിയോടുകൂടെ റെഡും പിന്നിലല്ല സമമായി തന്നെ രണ്ട് ടീമും 15 പോയിന്റോടുകൂടെ ഒന്നിച്ചു നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിപാടി കഴിയുമ്പോൾ ആരായിരിക്കും ഈ മത്സരത്തിന്റെ ചാമ്പ്യൻ പട്ടം അലങ്കരിക്കുന്നത് കൗതുകത്തോടുകൂടെ കാത്തു നിൽക്കാം. ഇൻഷാ അല്ലാഹ് പരിപാടി തുടരുകയാണ്. അടുത്ത മത്സരം സീനിയർ വിഭാഗത്തിന്റെ കന്നഡ സിംഗിൾ സോങ് മത്സരം. ಮನದಲ್ಲಿ ಮೋಹ ಕಾಣಲು ಆಕೆ ತೀರಿಸುನಂದ ಓ ತ್ವಹ ನೆನಪುಗಳು ಸಾವಿರ ಜೀವನವೇ ಸುಂದರ ಬದುಕುಗಳ ಸಾಗರ ಯಾಬದ ಮನದಲ್ಲಿ ಸುನಂದ ಓ ತ್ವಹ ನಾಚಿದರೆ ಸರ ಅವಿತನು ಚಂದಿರ ನಬಿಯ ಸೌಂದರ್ಯ ಶೋಭಿತ ಒದರ ಕಂಡ ಕ್ಷಣ ತೊಯ್ವ ಸನ್ನಿಧಿ ಸೇರಿಲ್ಲ ವಿಧಿ ನನ್ನ ಕ್ಷಮಿಸುವಿರಾರೋ ಬರಿ ಯಾ ಸಯ್ಯದಿ ಮನದಲ್ಲಿ ಮೋಹ ಕಾಣಲು ಆಕೆ ತೀರಿಸುನಂದ ಓ ತ್ವಹ ಸ್ನೇಹದ ಅಂದರ ಇಲ್ಲಿನ ಗೋಪುರ ಜಗದ ಸರ್ವ
നെക്സ്റ്റ് നമ്പർ 172. ഇത് കഴിഞ്ഞാൽ ഉടനെ ജൂനിയർ വിഭാഗത്തിലെ സിംഗിൾ മലയാള സോങ് നടക്കാനിരിക്കുന്നു. ചെസ് നമ്പർ 101, 102, 103, 104, 105, 106, 110 റെഡിയായിരിക്കുക. സിംഗിൾ സോങ് സീനിയർ വിഭാഗത്തിലെ കന്നഡ ചെസ് നമ്പർ 182. ವಿಜಯದಾರಿಯುಳಿವೆ ನೂರೇ ನೂರೇ ಮಕ್ಕ ಮಡಿಲಲ್ಲಿ ಮಲಗಿದ ರಾಜನಿಧಿ ಮದೀನಾ ಮಣ್ಣಿನಲ್ಲಿ ಬೆಳಗಿನ ಸ್ನೇಹ ನಿಧಿ ಜಗಕಂಡ ನಾಯಕರು ಇವರಿಗೆ ಸಾಟಿ ಎನ್ನಾರು. ಜಗಕಂಡ ನಾಯಕರು ಇವರಿಗೆ ಸಾಟಿ ಎನ್ನಾರು. ನನ್ನ ಉಸಿರು ಜಪಿಸುವ ಹೆಸರು ತ್ವಾಹ ರಸೂಲುಲ್ಲಾಹ್. ನನ್ನ ಇಯ ಪರ ವಿಜಯದ ದಾರಿಯುಳಿವೆ ನೂರೇ ನೂರೇ ಪಾಪದ ಕೊಳವು ತುಂಬಿಹ ನಾನು ತ್ವಾಹರ ಮಡಿಲಲ್ಲಿ ರಕ್ಷೆಯ ಬೇಡಿಗೆ ಅಂದಿಗೆ ನೆಬಿಯೇ ಬರುವೆನು ಸನಿಹದಲ್ಲಿ. ನಾರಸಿರೋತಿನ ಸೇತುವೆ ದಾಟುವ ಭಯವಿದ ಮನದಲ್ಲಿ ನನ್ನ ಹಸ್ತವ ಹಿಡಿಯುವೆನೆಂಬ ಒಂದೇ ನಿರೀಕ್ಷೆಯಲ್ಲಿ. ತ್ವಾಹನಿಯವರೇ ಪ್ರೀತಿಯ ವಾಹಕರೇ ನನ್ನ ನಾವು ನೀವೇ ತಮ್ಮನ್ನು ಕಾಣದ ನೋವೇ. ನನ್ನ ಉಸಿರು ಜಪಿಸುವ ಹೆಸರು ತ್ವಾಹ ರಸೂಲುಲ್ಲಾಹ್. ನನ್ನ ಇಯ ಪರ ಜಯದ ದಾರಿಯುಳಿವೆ ನೂರೇ ನೂರೇ ಚೆಸ್ ನಂಬರ್ 183.